നമ്മൾ ഇന്ന് ആദ്യമായിട്ട് വൈസപ്പിൽ ഒരു ബിഗ് ഷാർക്കിനെ ഫീച്ചർ ചെയ്യാൻ ശരിക്കും കേരളത്തിൽ ഇന്ന് ഹോം അപ്ലയൻസ് ബ്രാൻഡ് ഒക്കെ എടുത്തു നോക്കിയാൽ ഇവർ തന്നെയല്ലേ നമ്പർ വൺ. ഇവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. തൃശ്ശൂരിൽ 40 വർഷങ്ങൾക്ക് മുന്നേ വെറും ഒരു 3500 സ്ക്വയർ ഫീറ്റിൽ സ്റ്റാർട്ട് ചെയ്താണ് ഇവരുടെ ഫസ്റ്റ് ഷോറൂം. ആ സമയത്തൊക്കെ TV പോപ്പുലറായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ ഡേയ്സിലൊക്കെ TV-യിലായിരുന്നു അത്ര ഇവരുടെ മെയിൻ കോൺസെൻട്രേഷൻ. റെസ്റ്റ് ഇസ് ഹിസ്റ്ററി മാൻ. ഞാൻ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മെൻ ഓറിയന്റഡ് ആണ്. കാരണം വൈറ്റ് ഗുഡ്സ് ആണ്, ഫുൾ മെൻ ഓറിയന്റഡ് ആണ്. പക്ഷെ അവിടെ പോകുമ്പോഴും ഒരു വിമൺ ആയതുകൊണ്ട്, ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. നമ്മൾ തന്നെ നമ്മുടെ ലിമിറ്റേഷൻസിനെ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റുമെന്ന് തോന്നിക്കാൻ ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ബ്ലെയിം ചെയ്യാൻ മറ്റുള്ളവരെയായിരിക്കും. ഇപ്പൊ ഉള്ള കപ്പിൾസിന്റെ ഞാനൊരു സംതിങ് കുട്ടികൾ വേണ്ടെന്നൊക്കെ തീരുമാനിച്ചിട്ട് അവർ രണ്ടാളും മാത്രം മതി. എനിക്ക് അതില് എക്സ്പെൻസ് ഒരു ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. ടൈം പറയുന്നത് ഞാൻ അച്ഛനെ കണ്ട് കാണാറുള്ളത് ചിലപ്പോൾ കാലത്ത് പേപ്പർ വായിച്ചിരിക്കുന്ന അച്ഛനായിരിക്കും. തിരിച്ച് സ്കൂൾ വിട്ട് വരുമ്പോഴും അച്ഛൻ നിൽക്കുകയും കാണില്ല. അച്ഛൻ സ്റ്റോർ ഒന്ന് അടച്ചു വരുമ്പോൾ 1 ഷോ ആണ്. ചൈനയിൽ നിന്ന് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനീസിന്റെ ഷിഫ്റ്റ് എന്നതാണ് ഇന്ത്യയിലേക്ക് കുറേ ഏറ്റവും ലാസ്റ്റ് ഫോക്സ്കോൺ ആണ് ഐഫോൺ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ 2 സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇലക്ട്രോണിക്സിന്റെ ഒക്കെ കേസിൽ ഇന്ത്യ ആസ് എ മാനുഫാക്ചറിംഗ് ഹബ്ബ് നമുക്ക് 20-30 years ഒക്കെ ഡെഫിനറ്റ്ലി വരും. എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഷീൻടെക് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈ യു ആർ റെപ്രസെന്റിങ്. ഞാൻ പറയും ഞാനല്ലാതെ വേറെ ആരാണ് അതിൽ കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റുക. എല്ലാവരും ഇപ്പം whoever is doing business, I should say that you should talk about your brand. There is no one better than you can do that job. ഹലോ ആൻഡ് വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് വോയിസ് പോഡ്കാസ്റ്റ്. ഇന്ന് നമ്മുടെ കൂടെ നന്ദലത്ത് ഗ്രൂപ്പിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഐശ്വര്യ നന്ദലത്താണുള്ളത്. വെൽക്കം മാം. സോ നന്ദലത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ പുതിയ വീട് വെച്ച സമയത്ത് നമ്മള് നന്ദലത്ത് നിന്നായിരുന്നു അന്ന് TV DVD പ്ലെയറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് സ്കൂളിലുകൊണ്ട് എനിക്ക് അമ്മയുടെ അച്ഛൻ്റെ കൂടെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് വാങ്ങിയിട്ട് വന്നപ്പോഴത്തേക്ക് അപ്പോൾ ഈ ഫിഫ നടക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു ഫുട്ബോൾ ഉണ്ടായിരുന്നു. ഫുട്ബോൾ ഇതിന്റെ കൂടെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത്. അപ്പൊ അത് ഞങ്ങളുടെ വീട്ടിൽ കുറേ കാലം ആ ഫുട്ബോൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മുകളിൽ ബ്രാൻഡിങ് ഉണ്ടായിരുന്നു നന്ദലത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ എപ്പോഴൊക്കെ കോഴിക്കോട് മാവൂരോട് കൂടെ പോകുമ്പോൾ നന്ദലത്തിന്റെ ആ ഒരു ബിൽഡിംഗ് കാണുമ്പോൾ നമ്മൾ ഒരു പേഴ്സണൽ ഒരു സം കണക്ഷൻ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പലപ്പോഴും പിന്നെ നമ്മൾ തന്നെ ഡയറക്റ്റ് പോയി വാങ്ങിക്കുന്ന സമയത്തൊക്കെ നന്ദലത്ത് ഒരുപാട് കാര്യങ്ങൾ പിന്നെ വാങ്ങിച്ചിട്ടുണ്ട്. ഓഫീസിലേക്ക് ഒരുപാട് കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നന്ദലത്ത് G-Mart എന്നാണല്ലോ. അപ്പൊ ഫാദറാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഐശ്വര്യ എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഗ്ലാഡ് ദാറ്റ് നന്ദലത്തുമായിട്ട് ഇത്രയും വർഷമായിട്ടൊരു ബന്ധം, അതിൽ G-Mart ആയിട്ട് ഇത്രയും വർഷമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് അറിയുന്നത്. കാലിക്കറ്റ് എനിക്ക് തോന്നുന്നു ഞങ്ങൾ സ്റ്റോർ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 2008 കാലിക്കറ്റ് G-Mart സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഗ്ലാഡ് ദാറ്റ് അത്രയും വർഷമായിട്ടൊരു ബന്ധം ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ ഫീൽ വെരി ഗുഡ്. ബിസിനസ്സിലോട്ട് വരാനുള്ള റീസൺ ആണോ വോട്ട് യുവർ ആസ്? അല്ല, നോർമലി ഇപ്പോൾ ഒരു ബിസിനസ് ഫാമിലി ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൂവീസിലൊക്കെ കണ്ട ഒരു ക്ലീശയാണ്. എന്താണെന്ന് വെച്ചാൽ ഫാമിലി ബിസിനസ്സിലേക്ക് എൻ്റർ ചെയ്യാൻ ഒരു വിരക്തികൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെതായിട്ടുള്ള പാത്തിലേക്ക് പോകും. അങ്ങനെയൊക്കെ ഒരു ഹിന്ദി മൂവീസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 3 Idiots ഫോർ ആൻ എക്സാമ്പിൾ, അങ്ങനെ ഒരു ക്ലീശ അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാക്കി വെച്ചായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഐശ്വര്യ പോലുള്ള ആളുകൾ അതിന്റെ ഒരു ഐറണിയാണ്. എന്തുകൊണ്ടാണ് ഫാമിലി ബിസിനസ് ചൂസ് ചെയ്യുന്നത്? ഞാൻ ജനിച്ച സമയം മുതൽ ഞാൻ കാണുന്നത് അച്ഛന്റെ ബിസിനസ് തന്നെയാണ്. അപ്പൊ അതിനോടൊരു എപ്പോഴും അച്ഛൻ ഇങ്ങനെ ഇതിനു വേണ്ടി ഹാർഡ് ഏൺ ആയിട്ടുണ്ടാക്കിയ ഒരു സംരംഭമാണിത്. അപ്പോൾ എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിലും. എനിക്ക് തോന്നിയിരുന്നു ഞാൻ ഒരു എഞ്ചിനീയറിംഗ് MBA ഗ്രാജുവേറ്റ് ആണ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പം എനിക്ക് എപ്പോഴും തോന്നിയത് ഞാൻ ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും എനിക്ക് അന്നേ തോന്നിയിരുന്നു. ആൻഡ് ഐ ഓൾവേസ് വാണ്ടഡ് ടു വർക്ക് അണ്ടർ സമവൺ. ദെൻ ഐ തോട്ട് ചിലപ്പോ എനിക്കിതായിരിക്കില്ല, എന്റെ ഉള്ളിൽ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഓൺടർപ്രണർ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു കുറെ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. അന്നൊക്കെ എനിക്ക് വല്ല കമ്പനിയിൽ MNC-ലൊക്കെ വർക്ക് ചെയ്ത് ഒരു പക്ക ഒരു IT പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ലൈഫ് സെറ്റിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആലോചിച്ച് തോന്നി ഇത് ഞാൻ 2 ഡിഗ്രിയും കൊണ്ട് വെറുതെ ഇരിക്കുന്നത് എന്തിനാണ് ഉള്ളതെന്ന്. അപ്പം പിന്നെ ഞാൻ പിന്നെയും ഒരു MNC സ്വപ്നം കാണുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇത് എന്റെ പണിയല്ല. പിന്നെ ഞാൻ ടു ഔട്ട്ഡേറ്റഡ് ആയി ഫ്രം ദ IT ഫേം, IT
ടെക്നോളജിയിലൊക്കെ കമ്പ്യൂട്ടർ സയൻസ് ഞാൻ IT ആയിരുന്നു എടുത്തത്. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റിംഗ് MBA എടുത്തത്. ഞാൻ IT ഫീൽഡ് വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയി പിന്നെ MBA എടുത്തു. അപ്പം ഞാൻ ചോദിച്ചു MBA എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ബിസിനസ് തന്നെ ആയിരിക്കും എനിക്ക് പറഞ്ഞിട്ടുള്ളതെന്ന്. അങ്ങനെ ഒരു ഞാൻ ഐ ഗോട്ട് മാരീഡ് ഇൻ ബിറ്റ്വീൻ. അത് കഴിഞ്ഞൊരു 7 years എടുത്തു ഞാൻ ഇതിലോട്ട് വരാം. അപ്പം ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ക്ലിയർ പിക്ചർ ഉണ്ടായി. കാരണം അച്ഛൻ പോകുന്ന അതേ പാത്താണ്, പക്ഷെ അതിൽ കുറെ ടെക്നോളജിയും ഇപ്പോഴത്തെ കുറെ കാര്യങ്ങൾ കൊണ്ട് ഡിഫറൻസ് വന്നു എന്നുള്ളതിൽ മാത്രമേ ഇതിനകത്തൊരു ഡിഫറൻസ് ഉള്ളൂ. അതല്ലാതെ ബാക്കിയൊക്കെ ക്ലിയർ റൂട്ട് ഇസ് ദെയർ. ഇപ്പൊ ഈ ഫിലിമില് ഒരു നെപ്പോട്ടിസം എന്ന് പറഞ്ഞിട്ട് പുതിയൊരു വേർഡ് കോയിൻ ചെയ്യും. അതായത് അച്ഛന്റെ പാത പിന്തുടർന്ന മക്കൾ വരുന്നു എന്നുള്ളത്. അപ്പം ഈ ബിസിനസ്സിലും അങ്ങനെ ഒരു പാറ്റേൺ ഇപ്പം അച്ഛൻ്റെതൊക്കെ നമ്മള് ചെയ്ത് വരിക. ബിസിനസ് നെപ്പോട്ടിസം എന്ന് പറയുന്ന രീതിക്ക് നെപ്പോട്ടിസം എന്നുള്ള വേർഡ് കൂടുതലും ഞാൻ കേട്ടിരിക്കുന്നത് ഇൻഡസ്ട്രിയിലാണ്. പോളിറ്റിക്സ് അങ്ങനെ ഓരോരോ ഇതിലുണ്ട്. പക്ഷെ ബിസിനസ്സിലെ നെപ്പോട്ടിസത്തെക്കാളും കൂടുതൽ നെപ്പോട്ടിസം ഉണ്ടെങ്കിലും ഞാൻ പറയാം ഇപ്പൊ ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും നെപ്പോട്ടിസം ഉണ്ട്. പിന്നെയാന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാവുമായിരിക്കാം, ഉണ്ട്. പക്ഷെ ഉള്ള ആൾക്കാർക്ക് അതേ കൂടെ പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ പ്രഷർ കൂടുതലായിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ഒരു ഷോർട്ട് എല്ലാവരും വിചാരിക്കുന്ന ഒരു ഷോർട്ട് കട്ടിൽ കൂടെ ഒരു പൊസിഷനിലേക്ക് എത്തി. പക്ഷെ ഫ്രം ദെയർ അവരുടെ ഡ്യൂട്ടിയാണ് അതൊരു എക്സ്ട്രാ ഓർഡിനറി ആക്കുന്നത്. സോ അത് എത്ര പറഞ്ഞാലും പുറമെ നിന്ന് കാണുന്ന ആൾക്കാർക്ക് വിചാരിക്കും ഓക്കെ ഇത് ഇന്നാളുടെ മോളായതുകൊണ്ട് അല്ലെങ്കിൽ മോനായതുകൊണ്ട് ശരിയായിരിക്കാം. മേ ബി ആ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് അവർ എത്തിയിട്ടുണ്ടാവാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് പോകുന്നത് ആയിരിക്കണം റിമാർക്കബിൾ ആവേണ്ടത്. എന്നാലാണ് ഫാദറായിട്ട് എപ്പോഴും കമ്പയർ ചെയ്യപ്പെടില്ല. ഫാദർ ചേഞ്ചസ് കൊണ്ടുവന്ന അല്ലെങ്കിൽ ഈ സെക്കൻഡ് ജനറേഷൻ ബിസിനസ്, എനിക്ക് ബിസിനസിന്റെ കാര്യം മാത്രമേ എനിക്ക് പറയാനിപ്പോ പറ്റുന്നുള്ളൂ. ഈ സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സിലുള്ള ആൾക്കാർക്ക് എപ്പോഴും ചാലഞ്ച് കൂടുതലാണ്. കാരണം ഒരു പുതിയ ഒരു ബിസിനസ് ഞാനായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്നേക്കാളും സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സിൽ ഒരുപാട് സ്ഥലത്ത് പ്രൂവ് ചെയ്യേണ്ടത് മാത്രമല്ല നമുക്ക് നമ്മളോട് തന്നെ ചലഞ്ച് ചെയ്യണം കുറെ സിറ്റുവേഷനിൽ. കാരണം നമ്മുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നമ്മളെ 100 കണ്ട് നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. അവിടെ നമ്മുടെ ശരികളും തെറ്റുകളും വന്നാൽ കൂടി പലരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യാനുണ്ടാവും. പലരും അതുപോലെ തന്നെ അങ്ങനെ ശരിയായില്ല അല്ലെങ്കിൽ അച്ഛന്റെ കഴിവൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അഭിഷേക് ബച്ചൻ ബിഗ് ബി ആൻഡ് അഭിഷേക് ബച്ചന്റെ കാര്യം നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവിടെ എന്തുമാത്രം നെപ്പോട്ടിസം ഒരു പരിധിവരെ നെപ്പോട്ടിസം ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതിലുപരി അഭിഷേകിന് ചാലഞ്ചസ് ഉണ്ട് ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാനായിട്ട്. ഈ ഫെയിൽഡ് ഓർ പാസ്റ്റ് അത് വേറെ. പക്ഷെ ആ ചാലഞ്ചസ് ആരും അറിയുന്നില്ല. ഇപ്പൊ അങ്ങനെ നോക്കുമ്പോ ദുൽഖർ സൽമാൻ മമ്മൂട്ടി, ദുൽഖറിന്റെ വിഷമം ദുൽഖറിനെ അറിയില്ല. പക്ഷെ കാണുന്ന ആൾക്കാർക്ക് മമ്മൂട്ടിയുടെ മോനല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല അതിന്റെ റിയാലിറ്റി. സെക്കൻഡ് ജനറേഷൻ ബിസിനസ്സിലായാലും കൂടെ അച്ഛനൊരു എന്താ കിങ്ഡം ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ മേലേക്ക് നമ്മൾ എത്ര പോയി എന്നുള്ളതാണ് നമ്മളോട് തന്നെ ഒരു മെഷർ ചെയ്യുന്നത്. എനിക്കന്ന് പൃഥ്വിരാജും ഒരു ഇന്റർവ്യൂ സംതിങ് ഈ നെപ്പോട്ടിസം സമയത്ത് പറഞ്ഞത് ഫസ്റ്റ് ഫിലിം കിട്ടാൻ വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ബിസിനസ്സിലേക്ക് അച്ഛൻ കൈപിടിച്ച് കൊണ്ടുവന്നു, ആ പൊസിഷനിലേക്ക് വെച്ചു. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കണം നമ്മുടെ റിമാർക്കബിൾ ആയിട്ടുള്ള നമ്മളോട് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്ത് ഈ ഫേമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മളോട് തന്നെ കിടപ്പെടുന്നുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ ആൾക്കാരെ ഇംപ്രസ് ചെയ്യാനല്ല, ഞാൻ എന്നെ തന്നെ ഇംപ്രസ് ചെയ്യാനാണ് നോക്കുന്നത്. സ്വന്തം ചാലഞ്ച് ചെയ്യുന്നത്. അത് പറയുമ്പോ ഇപ്പം ഷീൻ ടെക് എന്നുള്ളൊരു സാധാരണ ഇപ്പം ഹോം അപ്ലയൻസ് ഇലക്ട്രോണിക്സിന്റെ ഒരു നന്ദിലത്തിന്റെ കോമ്പറ്റീറ്റേഴ്സ് എന്നുള്ള കുറെ ആൾക്കാർ നോക്കുകയാണെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ സ്റ്റാഫിനെ വെച്ചിട്ടോ ഇവിടെ ഉള്ള ആൾക്കാരെ കൊണ്ട് റീൽസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിന് ജസ്റ്റ് ഒരു റിവ്യൂ സംതിങ് ഒരു ന്യൂ ലോഞ്ചിങ് അതൊക്കെ ചെയ്യുന്നുണ്ട്. ഐശ്വര്യ എന്താ സ്വന്തമായിട്ട് ഒരു പേജ് അതിലേക്ക് എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ നന്ദിൽ ജിമാർട്ട് എന്നുള്ള ഒരു ഫാം യാതൊരുവിധ സെലിബ്രിറ്റീസും ഒന്നും ഇല്ലാതെ ഒരു ബ്രാൻഡായി മാറിയതാണ്. അതിൽ എന്റെ ബ്രാൻഡിങ് എന്ന് പറയുന്നത് എന്റെ അച്ഛന്റെ ഫേസ് ആണ്. അല്ലെങ്കിൽ ബഹു നന്ദിലത്ത് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നന്ദില ജിമാർട്ടിന്റെ ഒരു ഐഡന്റിറ്റി. അപ്പൊ അതിന് ബാക്കിയാണ് ആളുടെ 2 പില്ലേഴ്സാണ് ഞാൻ എന്റെ ബ്രദറും. അപ്പം എത്ര ആയാലും നമ്മുടെ ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ അതിന് കൂടുതൽ ഓത്തന്റിസിറ്റി ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് ഷീൻ ടെക് ചെയ്യുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് വൈ യു ആർ റെപ്രസെന്റിങ്. ഞാൻ പറയും ഞാനല്ലാതെ വേറെ ആരാണ് അതിൽ കൂടുതൽ നന്നായി ചെയ്യാൻ പറ്റുക. ഞാൻ നന്നായി ചെയ്യുന്നു എന്നുള്ളതിന്റെ അല്ല പറയുന്നത്. പക്ഷെ ആ ഒരു ഓത്തന്റിസിറ്റി ഉണ്ടല്ലോ, ഞാൻ കസ്റ്റമറോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ ഞാൻ പ്രസന്റ് ചെയ്യുന്ന എന്റെ പ്രൊഡക്ട്സ് ഇറ്റ്സ് മൈ ഓൺ പ്രൊഡക്ട്സ്. അപ്പൊ അതിന് ഞാനൊരു പെയ്ഡത്ത് വെച്ച ഒരാളെ വെച്ച് ചെയ്യുന്നേക്കാളും 100% എനിക്ക് എന്റെ കൊടുക്കാൻ പറ്റും. ഐ ഫീൽ എല്ലാവരും ഇപ്പം whoever is doing business, I should say that you should talk about your brand. There is no one better than you can do that job.
ആക്ച്വലി ഞങ്ങൾക്ക് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേം ഉണ്ട് കോഴിക്കോട്, കോഡേസ് എന്നാണ് പേര്. ഓക്കെ. അപ്പൊ എനിക്ക് പേഴ്സണലി 1-2 ഇന്റർവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു സോളാർ ബിസിനസ്, പിന്നെ ഒരു ഫർണിച്ചർ ബിസിനസ് ഒക്കെ. അപ്പൊ അവരൊക്കെ പലർക്കും എന്താണെന്ന് വെച്ചാൽ ഈ ഇൻസ്റ്റാ റീലൊക്കെ ചെയ്യാൻ മടി, നാണം, പേടിയൊക്കെയാണ്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ പേജാണ്. അപ്പൊ റീസെന്റ് കാരണം ഒരു ഏറ്റവും ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ഒരാൾ തന്നെ ഇറങ്ങിയിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ കാൻറ്റ് യു ഡു ദിസ്? ഇറ്റ്സ് നോട്ട് അബൌട്ട് മാർക്കറ്റിംഗിന്റെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഒരു പരിധി വരെ നോക്കാം. ആൻഡ് അതിലുപരി ഞാൻ അതിനെ കാണുന്ന ഒരു ബ്രാൻഡിംഗ് ആണ്. എന്തുകൊണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് ഒരു ബ്രാൻഡിനെ നമ്മൾ തന്നെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഓത്തന്റിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റാരും റെപ്രസെന്റ് ചെയ്യുന്നതിനേക്കാൾ ഉണ്ടാവും. അതെ, ഞാനിപ്പോ പ്രൊഡക്റ്റിനെ പറ്റി പറയുമ്പോൾ തന്നെ ആയാലും എനിക്ക് ആ സംഭവം വിറ്റ് പോകണം, ശരിയാണ്. അത് ഞാൻ ആഡ് കൊടുത്താലും അല്ലെങ്കിൽ ബെസ്റ്റ് പ്രൈസ് കൊടുത്താലും പോകും. പക്ഷെ ഒരു കസ്റ്റമറിലേക്ക് അത് എത്തണമെങ്കിൽ, ഒരു കസ്റ്റമർ അത് ആ പ്രൊഡക്റ്റിനെ പറ്റിയുള്ള ഒരു ഫീൽ കിട്ടണമെങ്കിൽ അത് സെൻഡ് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ആ ബ്രാൻഡ് തന്നെ പറയുമ്പോഴായിരിക്കും കൂടുതൽ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്റെ പേജ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം എന്റെ ഫ്രണ്ട് സർക്കിളിൽ കുറെ വിമൻ ഓൺടർപ്രണേഴ്സ് ദേ സ്റ്റാർട്ടഡ് ഡൂയിങ് അവരവരുടെ പേജ്. അപ്പൊ അവർ ആദ്യം എന്നോട് ചോദിച്ചത് എങ്ങനെ ചെയ്യാം, എനിക്ക് ഈ ഫേസ് ക്യാമറയിൽ വെച്ച് സംസാരിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കിത് എങ്ങനെയാണ് ചെയ്യാൻ അറിയില്ല, ഡയലോഗ്സ് എങ്ങനെ ഡെലിവറി ചെയ്യണം. ഞാൻ ഡൂ ഇറ്റ്. ഞാൻ ചെയ്തപ്പോ സമയത്ത് ഈ ഷീൻ ടെക്നുള്ള ഒരു പേജ് എന്നോട് ഇതിന്റെ കോൺസെപ്റ്റ് വന്ന് പറഞ്ഞപ്പോ എന്റെ ടീം വന്ന് പറഞ്ഞു ഞാൻ തന്നെ ചെയ്താൽ മതി, മാർക്കറ്റിംഗ് അല്ല ബ്രാൻഡിങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. തന്നെ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, 5 വീഡിയോസ് നമ്മൾ ചെയ്യൂട്ടോ. ഫസ്റ്റ് ഷെഡ്യൂളിൽ നമ്മൾ 5 വീഡിയോസ് ചെയ്യാം. ഒരു ഷൂട്ടിൽ നമ്മൾ 5 to 6 വീഡിയോസ് നമ്മൾ മാക്സിമം ഷൂട്ട് ചെയ്യാറ്. നമ്മൾ ഫസ്റ്റ് ഇതിൽ നമ്മൾ 5 ചെയ്തിട്ട് ആ 5 പ്രോഗ്രസ് നോക്കട്ടെ. 5 കൂടെ നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കും ഇത് ഫർദർ എടുക്കാൻ പോകുന്നതാണ്. പക്ഷെ ഫസ്റ്റ് വീഡിയോ ഇട്ടു, അപ്പൊ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. സെക്കൻഡ് വീഡിയോ ഇട്ടു, അപ്പൊ കുറച്ചുകൂടി എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പോഴും ഞാൻ വിചാരിച്ചു, ഇത് എന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ ചിലപ്പോ തളർത്തണ്ടാന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതാന്ന് വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ വിചാരിച്ചു. പക്ഷെ തേർഡ് വീഡിയോ ആയപ്പോൾ ആ പ്രൊഡക്റ്റിന്റെ യൂണീക്നെസ് കൊണ്ടായിരിക്കാം എന്നെ പലരും കളിയാക്കി വിളിക്കാറുണ്ട്, കൊക്കസ്റ്റാന്നൊക്കെ വിളിക്കാറുണ്ട്. കാരണം പ്രൊഡക്റ്റ് അതായിരുന്നു ഫസ്റ്റ്. എല്ലാവരും നല്ല ക്ലിക്കായി വന്നു. പക്ഷെ ദാറ്റ് മില്യൺസ് അടിച്ചപ്പോ എന്നെ എല്ലാവരും കളിയാക്കി വിളിക്കുക കൊക്കസ്റ്റാന്നൊക്കെയാണ്, തേങ്ങ ചെറിയാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഫസ്റ്റ് ഞാനും കണ്ട എനിക്ക് ഒന്ന് റെക്കമെൻഡേഷൻ വന്നൊരു വീഡിയോ അത് തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ആ പേജ് നോക്കിയത്. അപ്പൊ എനിക്ക് എന്താ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇൻസ്റ്റയിൽ അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയ റിവ്യൂസ് എന്താ വെച്ചാൽ, നമ്മൾ സ്കൂൾ കോളേജിലൊക്കെ കഴിഞ്ഞ് പിന്നെ യാതൊരു കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പം നമ്മുടെ കൂടെ പഠിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ ബാച്ചിലുണ്ടാകുന്ന പറഞ്ഞ ആൾക്കാര് നമ്മൾ സെർച്ച് ചെയ്ത് ഇൻസ്റ്റയിൽ ഗുഡ് ടു സീ യു ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഓക്കെ ഐ എം ഡൂയിങ് എ ഗുഡ് ജോബ്, കാരണം എല്ലാവരിലേക്ക് എത്തി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ബിക്കേം സോ വൈറൽ. അപ്പൊ തന്നെ ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓക്കെ ദിസ് ഇസ് ക്ലിക്കിംഗ്. എവിടെയോ ഇത് എന്തോ ഒരു ക്ലിക്ക് ആവുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഞാൻ ചെയ്തതിന്റെയോ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിൽ വെച്ച് ഞാൻ, പക്ഷേ ഇറ്റ്സ് അബൌട്ട് ദ പ്രൊഡക്റ്റ് ആൻഡ് ആൾക്കാരിലേക്ക് അത് എത്തിക്കാൻ പറ്റി എന്നുള്ളത് ഐ ആം ഹാപ്പി. ഇപ്പൊ അതുകൊണ്ട് കുറെ പേരൊക്കെ പുറത്തുനിന്നും, അതായത് ഇപ്പം ഇങ്ങനെ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ പലരെ എന്റർപ്രണേഴ്സിനെ നമ്മൾ പലരും തിരിച്ചറിയില്ല. ഇപ്പൊ സെലിബ്രിറ്റീസ് ആയാലും ഇൻഫ്ലുവൻസർ ഒക്കെ കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ഫെയിം കിട്ടിയതായ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു ഫസ്റ്റ് അങ്ങനത്തെ ടാഗ് ഇല്ല. നോട്ട് എൻ ഇൻഫ്ലുവൻസർ, ഐ ആം എൻ ഓൺട്രപ്രണർ. നമ്മള് ഇൻഫ്ലുവൻസർ എന്നിട്ട് എല്ലാവരും നമ്മൾ പറയുന്നുണ്ടല്ലോ ഇൻഫ്ലുവൻസേഴ്സ് ആവുന്നവരെ. പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണ്. ഇപ്പൊ ചേതനയുടെ ലൈഫിൽ ചേതനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരിൽ ചിലപ്പോൾ ചേതന അറിയുന്നുണ്ടാവില്ല എത്രത്തോളം ചേതനേനെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ചേതന അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും എനിക്ക് ഈ ചേതന അറിയില്ല. പല കാര്യങ്ങളും ഞാൻ വിചാരിക്കും എനിക്ക് ചേതന ആവാൻ പറ്റിയിരുന്നെങ്കിൽ, ചേതന ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് കുറെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. ഞാൻ മൈക്കിൽ നിന്ന് സംസാരിക്കാൻ ചിലപ്പോൾ ചേതനയുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും വിചാരിക്കണോ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ അപ്പൊ അവര് നിങ്ങളെ കാണുന്നത് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ടാണ്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ടാഗ് ചെയ്യേണ്ട ആവശ്യമില്ല. എവരിബഡി ഈസ് ഇൻഫ്ലുവൻസിങ് വൺ ഓർ ദി അതർ ഇൻ സംവൺസ് ലൈഫ്. അപ്പം എനിക്ക് എപ്പോഴും ഓൺടർപ്രണർ എന്ന് പറയാനാണ് ഇഷ്ടം. ഈ പറഞ്ഞ ബ്രാൻഡിങ് ഓഫ് കോഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പബ്ലിക് ഫേസിലേക്ക് വരും, പബ്ലിക് ഒരു ഇതിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഒരു ക്രൗഡിൽ 1-2 പേരൊക്കെ നമ്മളെ റെക്കഗ്നൈസ് ഹാപ്പി മോർ ദാൻ ഇപ്പം നമ്മുടെ ജിമാർട്ട് എന്നുള്ള ഒരു ഇതിൽ കൂടി ഷീൻ ടെക്കിനെ കണക്ട് ചെയ്യുമ്പോൾ ഐ സോ ഹാപ്പി. കാരണം ഞാൻ കഴിഞ്ഞൊരു ഇവന്റിന് പോയപ്പോൾ യോ വീഡിയോസ് ആർ സോ ഗുഡ്, അല്ലെങ്കിൽ ഷീൻ ടെക് നല്ല അടിപൊളിയാണെന്ന് പറയുമ്പോൾ അവിടെ ഷീൻ ടെക് എന്നുള്ളത് നമ്മുടെ ജിമാർട്ടുമായി റിലേറ്റ് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ. സോ ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ഉണ്ട്, ഡെഫിനറ്റ്ലി സ്റ്റാർട്ട് ഡൂയിങ് ഞാൻ പറയുള്ളൂ. ഇതുപോലെ മോഡലിംഗിലേക്കും ഒക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ, ചെയ്യാറുണ്ടോ? ഞാൻ കുറച്ച് റീൽസ് ഒക്കെ കണ്ടു, ഒരു ക്രിസ്മസ് റിലേറ്റ് ചെയ്തൊക്കെ ചെയ്ത.
മോഡലിംഗ് ആയിട്ട് അങ്ങനെയൊന്നല്ല, ജസ്റ്റ് ദാറ്റ് എന്താ പറയാ, നമ്മളൊരു സൈഡ് ഇപ്പൊ ബിസിനസ് മാത്രമായിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പാരലലി നമുക്ക് എന്തെങ്കിലും പാഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊടിതട്ടി എടുത്ത് അതും നമ്മൾ ഫൈൻ ട്യൂണായി വെക്കാൻ ഞാൻ എല്ലാവരും പറയാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. കുറച്ച് ഡാൻസ് ചെയ്യും, കുറച്ച് റീൽസ് എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ചെയ്യാറുണ്ട്. അതൊരു സൈഡായിട്ട് പോകുന്നുള്ളൂ. ഒരു വുമൺ ഓൺടർപ്രിനർ ആണ് പറഞ്ഞത്. അപ്പോൾ ഒരു മെയിൻ ഓൺടർപ്രിനറിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ എത്ര കാലം ഉണ്ടാവും ഐശ്വര്യ ഈ ഫീൽഡിലേക്ക് വന്ന് ഏറ്റെടുത്തിട്ട്? ഒരു 5 വർഷമായി. ഈ 5 വർഷത്തിനിടയ്ക്ക് വന്ന ചലഞ്ചസ് എന്തൊക്കെയായിരിക്കും? വുമൺ ആയതുകൊണ്ട് അങ്ങനെ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഫേസ് ചെയ്തിട്ടില്ല. ഞാൻ നിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മെൻ ഓറിയന്റഡ് ആണ്. കാരണം വൈറ്റ് ഗുഡ്സ് ആണ്, ഫുൾ മെൻ ഓറിയന്റഡ് ആണ്. പക്ഷെ അവിടെ പോകുമ്പോഴും ഒരു വിമൻ ആയതുകൊണ്ട്, ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. പിന്നെ എപ്പോഴും ഞാൻ ഇതിനു മുമ്പ് ഒരു വേദിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മള് തന്നെയാണ് നമ്മുടെ ലൈൻ വരയ്ക്കുന്നത്. ഒരു സ്ത്രീക്ക് തോന്നുകയാണ് ഒരു ബൗണ്ടറീസ് ചുറ്റും സെറ്റ് ചെയ്തെന്ന് തോന്നുകയാണെങ്കിൽ അത് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്യേണ്ടത് അവർ തന്നെയാണ്. അല്ലാതെ നമ്മൾ തന്നെയാണ് നമ്മുടെ ലിമിറ്റേഷൻസിൽ മാർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുകയാണ് എനിക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നിക്കാൻ ഞാൻ അവിടെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ബ്ലെയിം ചെയ്യാൻ മറ്റുള്ളവരെയായിരിക്കും. അല്ലെങ്കിൽ സൊസൈറ്റി അങ്ങനെയാണ്. സൊസൈറ്റി ഡെഫിനറ്റ്ലി ഉണ്ടാവും, സൊസൈറ്റി 2 തരം ഉണ്ട്. പക്ഷെ നമ്മൾ എഫേർട്ട് എടുത്താൽ മാത്രമാണ് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് അറിയുന്നത്, ഓക്കെ ഇനിയും നമുക്കത് പ്രോഗ്രസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ബട്ട് അതിനുള്ള ഒരു കോൺഫിഡൻസും അതിനുള്ള ആ ഒരു ബൗണ്ടറി ബ്രേക്ക് ചെയ്യേണ്ടതും ഞാൻ തന്നെയാണ്. 50ഓളം ബ്രാഞ്ചസ് ഇപ്പോൾ ടീമായിട്ടുണ്ട്. ശരിക്കും എങ്ങനെയാണ് നിങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ഇതിന്റെ ഒരു എന്താ പറയാ ട്രാക്കിങ് കാര്യങ്ങൾ എങ്ങനെയാണ് ഫർദർ എക്സ്പാൻഷൻ നമുക്ക് കൺസൾട്ടിങ് ചെയ്യുന്നുണ്ടോ? നമുക്ക് അങ്ങനെ കൺസൾട്ടിങ് ഫോംസോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ നന്ദില ജിമാർട്ട് ആസ് ഓഫ് നൗ 52 ഷോറൂംസ് ഉണ്ട്. ഈ 52 ഷോറൂംസ് എല്ലാ ഡിസ്ട്രിക്റ്റിലും, കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്ട്സിലും നമ്മൾ ആ പ്രസൻസ് നന്ദില ജിമാർട്ടിന്റെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പുതിയ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 14 ഡിസ്ട്രിക്ട്സിലും ഏറ്റവും മാക്സിമം കൗണ്ടേഴ്സ് കൊണ്ടുവരണം, സ്റ്റോഴ്സ് കൊണ്ടുവരണം എന്നുള്ളത്. അതായത് കസ്റ്റമർക്ക് ഇപ്പൊ തൃശ്ശൂർ ടൗണിൽ ഒരു സ്റ്റോർ ഇട്ടതുകൊണ്ട് ഒരു 30 കിലോമീറ്റർ അവിടെയുള്ള ആൾക്കാർ നമ്മളെ തേടി വരണം എന്നില്ല. എത്ര നമ്മൾ ഓഫർ കൊടുത്താലും അവരുടെ കൺവീനിയൻസ് ആണ് ഒരു കസ്റ്റമർ ആലോചിക്കുക അല്ലേ. കൂടുതൽ സ്ഥലങ്ങളിൽ A ക്ലാസ് കൗണ്ടേഴ്സ് കഴിഞ്ഞു, B ക്ലാസ് കൗണ്ടേഴ്സ് കഴിഞ്ഞു, C ക്ലാസ് കൗണ്ടേഴ്സിലേക്ക് പോകുന്നു. അതായത് കുറച്ച് റിമോട്ട് ഏരിയാസിലേക്ക്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് കസ്റ്റമർ തേടി വരുന്നത്. എത്ര നമ്മൾ ഓഫർ ഇട്ടുണ്ടെന്ന് പറഞ്ഞാലും, ഇപ്പൊ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ നമ്മൾ എത്ര ഓഫർ കൊടുത്താലും ആ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ വരുള്ളൂ. അല്ലെങ്കിൽ ഒരു 30-60 കിലോമീറ്ററിൽ നിന്ന് ഒരു കസ്റ്റമർ ഒരിക്കലും ഇങ്ങോട്ട് തേടി വരില്ല നമ്മള്. അപ്പൊ അവരുടെ കൗണ്ടേഴ്സിന് നമ്മൾ ഫോക്കസ് ചെയ്ത് ആ മാർക്കറ്റ് ഷെയറും കൂടെ എടുക്കാനാണ് നമ്മുടെ ഇപ്പോ ഉള്ള ഒരു സ്ട്രാറ്റജി. അപ്പൊ നമുക്ക് ഞങ്ങൾ ഇതിനു മുന്നേ 1-2 പോഡ്കാസ്റ്റ് നമുക്കിപ്പോ പലർക്കും എന്താണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് അവരുടെ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഈസിയാണ്. പിന്നെ അതിനെ റെപ്ലിക്കേറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഫ്രാഞ്ചൈസ് ഓപ്ഷൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ പ്രശ്നങ്ങളാണ്, അവിടെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 52ഓളം ഷോറൂംസിലേക്ക് പോയി. അപ്പോൾ ഒരു ഷോറൂം പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്നത് ഇത് ഇനീഷ്യലി ടഫാണോ, അല്ല പിന്നെ ഒരു ലെറ്റ്സ് ഒരു 5 എക്സ്പാൻഷനൊക്കെ കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് ഈസി ആയിട്ട് മാറുമോ? അതിനൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്രാൻഡ് ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പൊ തൃശ്ശൂരായിരുന്നു നമ്മൾ ആദ്യം ഒറിജിനേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് കൊച്ചിയിലേക്ക് പോയി, കാലിക്കറ്റ് പോയി, ട്രിവാൻഡ്രം പോയി, അങ്ങനെ പതുക്കെ ഫേം നമ്മളിങ്ങനെ ബ്രാഞ്ചസ് കൂട്ടിയിട്ടത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കൊച്ചിയിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡായി കഴിഞ്ഞപ്പോ അത് കൊച്ചിയിലോട്ട് പോകാനായിട്ടുള്ള ഒരു ഫസ്റ്റത്തെ ഒരു പുഷ് മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. കാരണം അന്നും ഒരു 2007 നോക്കുമ്പോഴും അവിടെയും മേജർ പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ നമ്മുടെ അതിൽ ജിമാർട്ട് എന്നുള്ള ഒരു ബ്രാൻഡിനെ തൃശ്ശൂർക്കാർക്ക് മാത്രമാണ് അറിയണ്ടെന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് നമ്മളെടുക്കുന്ന ചാലഞ്ചസിനെ ഫേസ് ചെയ്യുന്നതും നമ്മൾ അതൊരു ബ്രേവ് ഡെസിഷനായി എടുത്ത് കൊച്ചിയിൽ അത് ലോഞ്ച് ചെയ്തപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, അത്രയും നല്ലൊരു സക്സസ് ആയിരുന്നു. ഇന്നും എടപ്പള്ളി സ്റ്റോർ നമുക്ക് 1 ഓഫ് ദി മേജർ കൗണ്ടേഴ്സ് ആണ്, കൗണ്ടറിൽ ഒന്നാണ്. ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന്റെ കാര്യം പറയുന്ന സമയത്ത് ചില സമയത്ത് നമ്മള് ഇപ്പൊ നന്ദില ജിമാർട്ടിൽ ഉള്ള പല ബ്രാൻഡ്സ് ഉണ്ടാവും. സാംസങ്ങിന്റെ ഉണ്ടാവാം, സോണിയുടെ ഉണ്ടാവും, പല ബ്രാൻഡ്സ് ഉണ്ടാവും. ഈ ബ്രാൻഡ്സ് സെല് ചെയ്യുന്നതില് അവര് ഡോമിനേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് ചിലപ്പോൾ സാംസങ്ങിന്റെ ഫ്രിഡ്ജ് ആയിരിക്കാം, അവരെ വാഷിംഗ് മെഷീൻ അത്ര ഫാസ്റ്റ് മൂവിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ ഇല്ല. അപ്പൊ അങ്ങനെ അവര് ഇപ്പൊ കസ്റ്റമർ സന്ധിയിലെത്തുന്ന ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ ബ്രാൻഡിന്റെ ഇഷ്യൂനെ കൊണ്ട് മേ ബി പ്രൊഡക്റ്റിന് പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് പക്ഷെ ആൾക്കാർ ചിലപ്പോൾ കണക്ട് ചെയ്യാം, നന്ദിലെത്തുന്ന ഞാൻ സാധനം മേടിച്ചു അതിനൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ടാക്കിൾ ചെയ്യാൻ അത് ഇതിലും ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവുന്നത്, കസ്റ്റമേഴ്സിന് മനസ്സിലാവുന്നത്
കുറെയൊക്കെ മാറി തുടങ്ങി. പക്ഷെ എന്നാലും നമ്മളെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുക. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ വാങ്ങിച്ചു സാംസങ്, സോണി, LG ഏത് വേണമെങ്കിൽ വാങ്ങിച്ചോട്ടെ. പക്ഷെ അത് വാങ്ങിയിട്ടുള്ള ആഫ്റ്റർ സെയിൽ സർവീസ് ചെയ്യുമ്പോൾ നന്ദിലത്തിൽ ജിമാർട്ടിൽ വിളിച്ച് അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, സർവീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ചിലപ്പോൾ ഇറ്റ് വാസ് എ ബ്രാൻഡ്, ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ട് നന്ദിലത്തിന് ആ ബ്ലെയിം കേൾക്കേണ്ടി വരും. എപ്പോഴും നന്ദില ജിമാർട്ട് എന്ന് പറയുന്നത് കസ്റ്റമറും ബ്രാൻഡുമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് സർവീസിന്റെ കാര്യം വരുമ്പോൾ. കാരണം ആ ബ്രാൻഡിനെ ആ കസ്റ്റമറെ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജായിട്ടാണ് ഉള്ളത്. പക്ഷെ ചില കേസസിൽ വരുമ്പോൾ കസ്റ്റമേഴ്സ് ബിലീവ് ചെയ്യുന്നത് ഇറ്റ്സ് യുവർ ഡ്യൂട്ടി, നിങ്ങളാണ് വാങ്ങിയതാണ്. പക്ഷെ അങ്ങനെയുള്ള കേസസ് വരുമ്പോഴും നമ്മൾ കൂടുതലും കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്ത് ബ്രാൻഡിന്റെ ദ മാക്സിമം വോട്ട് ദേ ക്യാൻ ഡു എന്നുള്ളത് ചോദിച്ചു വാങ്ങാറുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്താൽ നമുക്ക് ആരും 100% ഹാപ്പി ആക്കാൻ പറ്റില്ല. ഓരോ കസ്റ്റമറും ഓരോ രീതിയായിരിക്കും. പക്ഷെ നമ്മൾ അതിനനുസരിച്ച് അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഒരു 99% അല്ലെങ്കിൽ ഒരു 100% ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഐ ഹാവ് 100% കസ്റ്റമർ സർവീസ് ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. മേ ബി അതിനകത്ത് ചിലപ്പോൾ ഇത്ര പെർസെന്റേജ് ചെറിയൊരു പെർസെന്റേജ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും വെരി അൺസാറ്റിസ്ഫൈഡ്. ബട്ട് ഇപ്പൊ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പബ്ലിക് പേജിൽ എനിക്ക് വരാറുണ്ട് ചില കംപ്ലൈന്റ്സ് വരുമ്പോൾ ഞാൻ അപ്പൊ തന്നെ ഐ ഹാൻഡിൽ. കാരണം എനിക്ക് ഒരു കസ്റ്റമർ പോലും നമ്മളെ വിശ്വസിച്ച് പ്രൊഡക്റ്റ് വാങ്ങിയ ഒരു കസ്റ്റമർ പോലും സാറ്റിസ്ഫൈഡ് അല്ലാന്ന് അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഐ ടെൽ ദം സെൻഡ് യുവർ ഇൻവോയ്സ്, ഞാൻ നോക്കട്ടെ എന്താന്നുള്ളത്, ആൻഡ് ഐ മേക്ക് ഷുവർ ഇറ്റ് ഇസ് റിസോൾവ്. സോ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന എല്ലാതും നമ്മൾ ഫോക്കസ് ചെയ്യാറുണ്ട്. അതല്ല കമ്പനിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നെഗ്ലിജൻസ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് കമ്പനിയോട് പറയാനുള്ള വോയിസ് ഉണ്ട്. കാരണം നമ്മൾ ഡയറക്റ്റ് ഡീലിംഗ് ആണ്, നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ ചാനലോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോ അല്ല. നമുക്കൊരു കമ്പനിനെ വിളിച്ചപ്പോ സോണി എന്തെങ്കിലും അല്ലെങ്കിൽ LG എന്തെങ്കിലും രീതിയിലുള്ള ഒരു എന്താ പറയാ കസ്റ്റമറോട് അൺഫെയർ ആയിട്ടാണ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്, കസ്റ്റമർ വിളിച്ച് പറഞ്ഞു എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ കോൾ ദം ഇമീഡിയറ്റ്ലി, അല്ലെങ്കിൽ ഹൂവർ കൺസേൺ ക്യാൻ കോൾ ഇമീഡിയറ്റ്ലി ദി ബ്രാൻഡ് ആൻഡ് ഗെറ്റ് ഇറ്റ് റിസോൾവ്. 5 വർഷമായിരുന്നു ഈ ഒരു ഇൻഡസ്ട്രിയിൽ. ഈ ഒരു 5 വർഷം നോക്കി ഏറ്റവും വലിയ ചാലഞ്ചായിട്ട് തോന്നിയ എന്താണ് ഈ ഒരു ഇൻഡസ്ട്രി ഹോം അപ്ലയൻസസ് എന്നുള്ളതിൽ? അതേപോലെ തന്നെ ഏറ്റവും വലിയൊരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു, അതായത് മുന്നേ ഇങ്ങനെയല്ല എന്ന് വിചാരിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് ആയ അങ്ങനെ എന്തെങ്കിലും കാര്യമാണ്? ചാലഞ്ചസ് എന്നും എനിക്ക് തോന്നുന്നു എവറി സിംഗിൾ ഡേ ചലഞ്ചസ് തന്നെയാണ്. പല രീതിയിലും ഉണ്ടാവും, വൺ ഓർ ദി അതർ വരും. ചിലപ്പം ചില സമയത്ത് നമുക്ക് കസ്റ്റമറുടെ ഡീൽ ചെയ്യുന്നതായിരിക്കും ഒരു ചലഞ്ച് വരിക, ചിലപ്പോൾ മാർക്കറ്റിങ്ങിലുള്ള ചലഞ്ചസ് ആയിരിക്കാം. പക്ഷെ ചലഞ്ചസ് അങ്ങനെ വലിയൊരു സംഭവമായിട്ട് ഞാൻ എല്ലാവരും എടുത്തിട്ടില്ല. വരുന്നതെല്ലാം ഡീൽ ചെയ്യാൻ പറ്റാറുണ്ട്. അതുകൊണ്ട് ചലഞ്ചസ് ആർ ഓൾവേസ് വെൽക്കം, ഹാപ്പിലി റിസീവിങ് ഇറ്റ്. പിന്നെ റിയലൈസേഷൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലൈഫിൽ ഇത് ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഞാൻ പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫ് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളത് ത്രെഡ് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. പക്ഷെ അൺപ്രഡിക്റ്റബിൾ തിങ്സ് ക്യാൻ ഹാപ്പൻ. പക്ഷെ അതിനെ ഡീൽ ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഈ ബിസിനസ് വന്നതുകൊണ്ട് എനിക്കെല്ലാം ഈസിയാണ്. ഇപ്പം ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ ഒരാളുടെ സ്റ്റോറിയിൽ കാണുമ്പോൾ വിചാരിക്കണം ലൈഫ് സോ ഈസി ആയിരുന്നു. ഇറ്റ് ഇസ് നോട്ട്. പക്ഷെ ഇറ്റ്സ് യു ഹു ഡിസൈഡ് എന്താണ് നമുക്ക് പോർട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ആ ഒരു അറിവ് എനിക്ക് ഉണ്ടായത് ബിസിനസ്സിലേക്ക് വന്നതിന് ശേഷം. റിയാലിറ്റി ഈസ് ടോട്ടലി ഡിഫറെന്റ്. വർക്കിംഗ് എൻവയറമെന്റിൽ നിൽക്കുമ്പോൾ നമ്മൾ വർക്കിനും ലൈഫിനെയും ബാലൻസ് ചെയ്യാൻ പറ്റണം എന്നുള്ള റിയാലിറ്റി ആയി അണ്ടർസ്റ്റുഡ്. മറ്റേത് വർക്ക് മാത്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മേ ബി ഒരു നെക്സ്റ്റ് ഒരു 20 years കൂടെ കഴിഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അയ്യോ വർക്ക് മാത്രമായല്ലോ, ഞാൻ ലൈഫിനൊന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നുന്നു. അപ്പൊ അത് ഒരു റിയാലിറ്റി ചെക്ക് ആയിരുന്നു എനിക്ക്. ദാറ്റ് വർക്ക് ഇസ് വർക്ക്, ഓക്കെ, that is your bread and butter. At the same time you have a life. അത് എല്ലാവരും ഈവൻ എന്ത് ബിസിനസ് എന്നല്ല ഞാൻ പറയുന്നത്, എന്ത് പ്രൊഫഷൻ ചെയ്യുന്ന ആൾക്കാരായാലും ഹാവ് ഓൺലി വൺ ലൈഫ്. സോ ആ ഒരു റിയാലിറ്റി നമുക്ക് മനസ്സിലാവണമെങ്കിൽ ചിലപ്പോൾ കുറെ കഴിയും. അപ്പൊ നമ്മൾ റിഗ്രറ്റ് ചെയ്യരുത്. അപ്പം ദാറ്റ്സ് ഓൾ. അതേപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഇപ്പോഴുള്ള പുതിയ ഓൺട്രപ്രനേഴ്സ് ഒക്കെ ഇനീഷ്യൽ ഡേയ്സിൽ ഒരുപാട് ഹസ്ലിയെങ്കിലും പിന്നെ അവർക്കൊരു അവരുടെ ഹെൽത്താണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം നല്ലൊരു റിലാക്സേഷൻ്റെ പുറത്ത്. പിന്നെ ഒരു ലേറ്റ് 35 ആകുമ്പോഴേക്കും ജിമ്മ് സ്ഥിരമാക്കും, യോഗ സ്ഥിരമാക്കും, സപ്ലിമെന്റ്സ് എടുക്കാൻ പറയും. അപ്പോൾ അങ്ങനെ ഹെൽത്ത് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് എന്നുള്ള രീതിയിൽ എന്തൊക്കെയാണ് ഐശ്വര്യ? റിയാലിറ്റി ചെക്ക്. കാരണം ബിസിനസ് നമ്മളൊരു ഓൺട്രപ്രണറായി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇതൊന്നും ആലോചിക്കണം എന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതിന്റെ പിന്നാലെ ആയിരിക്കാം, ബ്രാൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന്റെ പിന്നാലെ ആയിരിക്കാം. പക്ഷെ ലേറ്റർ യു റിയലൈസ് ദാറ്റ് ദിസ് ഇസ് നോട്ട്, ഇത് മാത്രമല്ല നമുക്ക് ലൈഫിൽ വേണ്ടത്. ആ സമയത്തായിരിക്കും നമ്മൾ ചിലപ്പോൾ റിഗ്രറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ചിലപ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു കോൾ ആയിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. ഹെൽത്ത് ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്
അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം ഈ ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഇൻസ്റ്റാഗ്രാമിൽ കേൾക്കുന്ന സെൽഫ് ലവ് വേണം നമുക്കുള്ളത്. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും റിയലൈസേഷൻ ഇല്ലട്ടോ ഇത് സെൽഫ് ലവ് ആണോ അതിനെ വിളിക്കേണ്ടതെന്നുള്ളത്. പക്ഷെ വാട്ട് മേക്സ് യു ഹാപ്പി ഡു ദാറ്റ്, അതാണ് സെൽഫ് ലവ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നത് ഇതാണ് നിങ്ങൾ ഹാപ്പി ഈ മൂമെന്റിൽ ഞാൻ നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നതാണ് ഹാപ്പിനെസ് എങ്കിൽ ദാറ്റ് ഇസ് യുവർ സെൽഫ് ലവ്. യു ആർ ഡൂയിങ് ഇറ്റ് ഫോർ യുവർ സെൽഫ്. നമ്മൾ വേറെ ആർക്കും വേണ്ടി എല്ലാവരും സംസാരിക്കുന്നത്. അപ്പൊ ഈ ഹെൽത്തും സംഭവങ്ങളൊക്കെ ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുന്നത് തന്നെ വളരെ നല്ല കാര്യമാണ്. ആൻഡ് ഐ തിങ്ക് ഇപ്പം ജെൻസി അല്ല, ഇപ്പൊ ഞാനൊക്കെ ജെൻസി അല്ല, ഇൻ ബിറ്റ്വീൻ ആണ്. ജെൻസി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ആണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ ജനറേഷൻ വിച്ച് ഇസ് ലൈക്ക് എന്റെ പേരൻസിന്റെ ജനറേഷൻ ഒക്കെ ദേ ഓൾസോ സ്റ്റാർട്ടഡ് ഇപ്പൊ ഹെൽത്ത് നോക്കാനും കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്താ പറയാ വളരെ വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ എല്ലാവരും ജെൻസിയില് നോക്കുമ്പോൾ ജെൻസിയിലുള്ള എല്ലാവരും അവരുടെ ലൈഫ് സ്റ്റൈൽ അവർ ബെറ്റർ ആക്കാൻ നോക്കും. ഇപ്പൊ എനിക്കറിയില്ല നിങ്ങളും ജെൻസി ആണോ? ഞങ്ങൾ ജെൻസിയല്ലേ. അല്ല, ഞാൻ നിങ്ങളുടെ എന്റെ കാറ്റഗറിയിലേക്ക് വിളിക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഞാൻ എന്താ പറയാ ഇൻ ബിറ്റ്വീൻ കാറ്റഗറീസ് ഉള്ള ആൾക്കാർ, അതായത് ഒരു 90s 2000 കിഡ്സ്, അവർക്കാണ് കൂടുതൽ ഒരു കൺഫ്യൂസ് കിഡ്സ് എന്ന് പറയാം നമ്മളെപ്പോഴും. അവിടെ അല്ല ഇവിടെ അല്ലാത്ത രീതിയിലാണ് നമ്മൾ. ജെൻസി ആണോ വെച്ചാൽ ജെൻസിന് പറയാനും ബുദ്ധിമുട്ട്, എന്നാ ഓൾഡർ ആണോ വെച്ചാൽ ഓൾഡർ ആണെന്ന് പറയുന്നത്. ഞാൻ വിചാരിച്ചത് ജെൻസിയാണ് തന്നെയാണ്. കാരണം എനിക്ക് മകളുടെ ബർത്ത്ഡേന്റെ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഓക്കെ ഇത്ര വലിയൊരു കുട്ടി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി. അതായത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് 2-3 മെസ്സേജസ് വന്നു. അപ്പൊ 2 കുട്ടികളൊക്കെ ഉണ്ടല്ലേ. ഓ കോൺഫിഡന്റ് ആയിരുന്നു. സത്യമായിട്ടും ഞാൻ മറ്റേ അതിന് മുന്നേ ഉള്ള ഡാൻസ് റീൽസ്, ഫോട്ടോഷൂട്ട് അങ്ങനത്തെ റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇത് കണ്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, അപ്പൊ ഈ 50+ ബ്രാഞ്ചസ് മാനേജ് ചെയ്യുന്നു, $multi-million ബിസിനസ് മാനേജ് ചെയ്യുന്നു. അതിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഐശ്വര്യന്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ? ഡു യു ഗോ ടു ജിം? ഡു യു ഡു മെഡിറ്റേഷൻ? എനിക്ക് സമയമില്ല 24 മണിക്കൂർ. സോ ഐ സ്റ്റാർട്ട് മൈ ഡേ വിത്ത് 5:30 ജിം സ്റ്റാർട്ട് ചെയ്യും. അത് ജിം ഓർ യോഗ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിം സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ്. പിന്നെ ദെൻ മോർണിംഗ് 9 കുട്ടികൾ സ്കൂളിൽ പോണ ഒരു തിരക്കുണ്ടാവും. 8:30 ഇതേക്കു. അപ്പൊ പിന്നെ കഴിഞ്ഞ് എന്റെ ടൈം ഒരു 9:30 10 ഒക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് ഓഫീസ്. കാരണം അച്ഛൻ 9 എന്നുള്ളതാണ് അച്ഛൻ്റെ ടൈം. പക്ഷെ ഞങ്ങൾ എന്തെങ്കിലും കുറച്ച് കട്ട് ഡൗൺ ചെയ്ത് ഞാനും ബ്രദർ 9:30 10 ഞങ്ങൾ ഓഫീസിലെത്താൻ നോക്കും. പിന്നെ ഓഫീസിലെത്തി ആ ഒരു ഡേ അവിടെ ഫുൾ ഐ വർക്ക് ടിൽ 4:30 5 വരെ ഈവനിങ് ഇരിക്കും. കാരണം കുറച്ച് കഴിയുമ്പോൾ അഗെയിൻ ഈ സെൽഫ് ലവ് ഒക്കെ ഉള്ളത് കൊണ്ട് ചില സമയത്ത് എനിക്ക് തോന്നും 5:30 5 ആകുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു പയ്യൊന്ന് സ്കൂട്ടായിട്ട് യോഗ അല്ലെങ്കിൽ ഡാൻസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ട് ഡാൻസ് ഉണ്ടാവും എനിക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ്. സോ ഐ ഫോക്കസ് ഓൺ ദാറ്റ്. കാരണം ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് മൈ ഹാപ്പിനെസ്. അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത്, ചിലപ്പോൾ ചിലർക്ക് ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്ട് ആക്ടിവിറ്റി എന്തെങ്കിലും ആയിരിക്കും. സോ അത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ 2 കാര്യങ്ങൾ അവിടെ റിലീസ് ചെയ്യുന്നുണ്ടോ. നിങ്ങളുടെ സ്ട്രെസ് ലെവൽ ഇപ്പൊ എല്ലാവർക്കും ഉള്ളത്. കുഞ്ഞു കുട്ടിയോട് ചോദിച്ചാൽ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും. കാരണം എക്സാംസ് അല്ലെങ്കിൽ പ്രോജക്ട് സബ്മിഷൻ, പേരൻസിനെ കൊണ്ടുവരണം, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും സ്ട്രെസ് ഉള്ളതുകൊണ്ട് എനിത്തിങ് വാട്ട് മേക്സ് ദം ഹാപ്പി, എനി ആക്ടിവിറ്റി. ഈ ജിമ്മിൽ പോയാലും മതി. ആണോ ജിം പേഴ്സൺ. പക്ഷെ ചില നേരത്തെ എനിക്ക് തോന്നുന്നു ഓക്കെ ഇത്തിരി ഫിറ്റ്നസ് നോക്കാൻ വെച്ചിട്ട് ഒരു 10 ദിവസം ജിമ്മിൽ പോകും, പിന്നെ ബ്രേക്ക് വരും, അങ്ങനെയാണ്. പക്ഷെ എന്നാലും I make sure that my body is moved, muscles are getting stronger, better. അങ്ങനെ ഡാൻസ് സംഭവങ്ങളൊക്കെ ആയിട്ട് ഈവനിങ് പോകും. Then I spend time with friends, family. Do you take any supplements? No. ഞാൻ റീസെന്റ് ഷുഗർ കോസ്മെറ്റിക്സിന്റെ വിനീത സിംഗിന്റെ ഒരു പോഡ്കാസ്റ്റ്. സോ അവര് ഇതേപോലെ തന്നെ കിഡ്സിന് അവർക്ക് ഒരു ബ്രാൻഡ് ഫ്രം സ്ക്രാച്ച് ബിൽഡ് കൊണ്ടുപോകാൻ. ആൻഡ് ഷി വാസ് ടെല്ലിംഗ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് വാസ് ടു ബിൽഡ് എ ബിസിനസ് ഫ്രം സ്ക്രാച്ച് when you have a family. അപ്പൊ അതൊരു എന്താ പറയാ ഒരു ഡിഫിക്കൽട്ടി ആയിരുന്നു, അല്ല അതുകൊണ്ട് കൂടുതൽ ഈസി ആയോ? എങ്ങനെയായിരുന്നു ഫാമിലിയിലുള്ളത്? എനിക്ക് ഇപ്പം ബ്രാൻഡ് ബിൽഡിങ്ങിനേക്കാളും കൂടുതൽ ഐ entered in the half level because the brand is already established. ഞാൻ പറഞ്ഞ പോലെ സെക്കൻഡ് ജനറേഷൻ ആയതുകൊണ്ട്. പക്ഷേ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഫാമിലിനെ മിസ് ചെയ്യുന്ന കാര്യം. ചില സമയത്ത് ഐ ഹാവ് ടു ട്രാവൽ, ചില സമയത്ത് സ്റ്റോർ വിസിറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒബിയസ്ലി കുട്ടികളുടെ സൈഡിൽ ഇമോഷണൽ അത്യാചാരം ഉണ്ടാവും. ഇപ്പൊ പോകണ്ട, ഇങ്ങനെ എക്സാം ആണ് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഓണം ടൈമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബ്രാഞ്ചസ് കുറെ നമ്മള് തുറക്കാറില്ല. അപ്പൊ ആ സമയത്ത് ചിലപ്പോൾ അവരുടെ എക്സാം ടൈം ആയിരിക്കും, ചിലപ്പോൾ അവർക്ക് ഡാൻസ് ഉണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് പെർഫോമൻസ് ഒക്കെ നമ്മൾ മിസ് ചെയ്യാറുണ്ട്. പക്ഷെ അപ്പൊ ഞാൻ ബാലൻസ് ചെയ്യും വന്നിട്ട്, അല്ലെങ്കിൽ ശരിയാവില്ല. കാരണം നമ്മൾ രണ്ടും ബാലൻസ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം നമ്മള് ഒരിക്കലും അവരെ ഫാമിലി അബാൻഡൻ ചെയ്തിട്ട് നമ്മൾ ഒരു സംഭവം എത്തിപ്പിടിക്കാന്ന് വിചാരിക്കരുത്. കാരണം കിഡ്സ് ആണ്. എനിക്കിപ്പോ കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം
അവർക്ക് നമ്മുടെ സപ്പോർട്ട് എന്തായാലും വേണം. കുറച്ച് കഴിയുമ്പോൾ അവർ ജെൻസിയാണ്, ഈ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ ഹായ് മോം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത്. പക്ഷെ ഇപ്പൊ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ അവരുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ അത് ബാലൻസ് ചെയ്ത് പോകാറുണ്ട്. ഇപ്പൊ സൈഡിലേക്ക് ഞാൻ ഇപ്പൊ 2 ദിവസം ട്രാവലിംഗ് ആണെങ്കിൽ മേക്ക് ഷുവർ ആ വീക്കെൻഡ് ഞാൻ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരിക്കും. അങ്ങനെ മോം ഗിൽറ്റ് എന്ന് ചില സമയത്ത് തോന്നും, സത്യമായിട്ട് ചില സമയത്ത് തോന്നും. ഞാൻ ചില സമയത്ത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ സാംസങ്ങിന്റെ ഒരു മീറ്റിങ്ങിന് ഗോവയിലേക്ക് പോയി. അപ്പൊ ഞാൻ പോണ ദിവസം വരെ ഞാൻ പറഞ്ഞത് ഞാൻ ഗോവയ്ക്കാ പോണേന്ന്. അപ്പൊ നമ്മളൊരു പോണ നേരത്തിനോട് ചോദിച്ചു എവിടേക്കാ പോകുന്നത്. അപ്പൊ നമ്മൾ ഗോവയ്ക്ക് പോവാം. അപ്പൊ ഇത് എൻജോയ് ചെയ്യാൻ പോവാ. അതൊരു വെക്കേഷൻ ടൈമായിരുന്നു. പക്ഷെ എനിക്കറിയാം ഞാൻ ഇവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ആ മീറ്റിംഗിന് ഇവിടെ ഹോട്ടൽ റൂമിൽ എനിക്ക് പോയി. അപ്പൊ അതെന്താ അവര് ഫ്രണ്ട്സിനായിട്ട് ഇരുന്നോട്ടെ ചോദിച്ചതാണ് ഞാൻ കൊണ്ടുപോകാൻ. അപ്പൊ എനിക്ക് അവിടെ എത്തിയാൽ തിരിച്ചെത്തണം എനിക്ക് ഭയങ്കര ഗിഫ്റ്റായിരുന്നു. ഞാൻ ഗോവയിൽ അവരിവിടെ നാട്ടില് ഞാൻ ഈറ്റ് ഫുഡ്, കാരണം കുട്ടികൾക്ക് 2 പേർക്കും ഫുഡ് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം. ഞാനിങ്ങനെ അവരുടെ ഫുഡൊക്കെ എന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ഗിൽറ്റായിരുന്നു ആ സമയത്ത്. ഞാൻ തന്നെ കഴിക്കുന്നു, അവര് നാട്ടിലും. പക്ഷെ മോം ഗിൽറ്റ് ഉണ്ടെങ്കിലും അതെല്ലാവർക്കും ഉണ്ടാവും, എല്ലാ വർക്കിംഗ് പേരൻസിനും ഉണ്ടാവും മോം ഗിൽറ്റ്. ബട്ട് ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് നമ്മള് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇതിന്റെ ഇടയിൽ. അതായത് ഫോർ ദം and for us also, but at the same time don't neglect their feelings. അവരങ്ങനെ പറയുമ്പോൾ you should take into consideration and what you can do എന്നുള്ള ഒരു എഫേർട്ട് നമ്മൾ ആക്ച്വലി രണ്ടുണ്ട്. ഇപ്പം ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു കാരിയർ നഷ്ടപ്പെടുന്നു എന്നുള്ള സങ്കടം ഒരു സൈഡിലുണ്ട്. ആൾക്കാർക്ക് ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാർ. കാരണം ഞാൻ ഒരു 7 വർഷം ഞാൻ വീട്ടിലും കുട്ടികളെ നോക്കിയിരുന്നതായിരുന്നു. അപ്പം എനിക്ക് ആ സമയത്ത് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ ഫ്രണ്ട്സ് ഇൻസ്റ്റാഗ്രാമല്ല ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്കിലൊക്കെ കാണുമ്പോൾ എന്റെ ഫ്രണ്ട് ഇവിടെ ജോലി കിട്ടി, ട്രിപ്പിന് പോയി. എനിക്ക് ഭയങ്കര സങ്കടം തോന്നും. ഹൗ പെർഫെക്റ്റ് ദിയർ ലൈഫ് ഇസ്, ഹൗ കളർഫുൾ ഇസ് ദിയർ ലൈഫ് എന്നുള്ളത്. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ആ ഒരു നക്ഷല് ഒന്ന് പുറത്തേക്ക് കിടക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളാണ് നമ്മുടെ ലിമിറ്റേഷൻസും ബൗണ്ടറിയും സെറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ലിമിറ്റേഷൻസിൽ ഞാൻ വിചാരിക്കാം എനിക്ക് ഇത്ര മതി എന്ന് വിചാരിച്ചാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും അത്രയൊക്കെ മതി നിനക്ക് വിചാരിക്കും. അത് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. അപ്പൊ ഹൗസ് വൈഫ് ആയിരുന്നാലും അവര് തന്നെ അവർക്ക് വേണ്ടിയുള്ള ഒരു ഡേ സെറ്റ് ചെയ്തേ പറ്റും. അതുപോലെ നമ്മള് ഇപ്പം ഏകൻ മൂവി ഫീൽഡ് റെഫറൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോ അങ്ങനെ കാണുന്നില്ല. പക്ഷെ ഒരു ടൈമില് ജയറാം പാർവതി അല്ലെങ്കിൽ സംയുക്ത വർമ്മ, അപ്പൊ അവരൊക്കെ ടൈമില് അവര് ഹസ്ബൻഡിനെ വിട്ടതാണ്. അവര് കംപ്ലീറ്റ് ഞാൻ ഈ ഫീൽഡിലേക്കില്ല പറഞ്ഞിട്ട് നിർത്താനുണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അത് റൈറ്റ് ആണ്. അത് ഓരോരുത്തരുടെ എന്താ പറയാ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെയാണ് എന്റെ ലൈഫിൽ എനിക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ ഫുള്ളി ഡിറ്റർമൈൻഡ് ആണ്. അല്ലെങ്കിൽ എനിക്കിപ്പോ ബിസിനസ്സും ഫാമിലിയും കൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഐ പ്രിഫർ ദിസ്. പലർക്കും ആ സിറ്റുവേഷനിൽ ചിലപ്പോൾ തോന്നുകയാണ് എനിക്ക് രണ്ടും കൂടെ ബാലൻസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഫാമിലി മാത്രം മതി. അവർ അതിൽ ഡിറ്റർമൈൻഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് ദെയർ ചോയ്സ്. നമ്മളിപ്പം ഒരു അങ്ങനെ ഒരു പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫ് വിട്ടിട്ട് ഫാമിലിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അതുകൊണ്ട് എക്സലന്റ് ജോബ്. കാരണം അവരുടെ ഫാമിലിക്ക് വേണ്ടി അവർ ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ബട്ട് എനിക്ക് അതിനകത്തൊരു കാര്യം കൂടെ ഉള്ളൂ, ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുമ്പോഴും യു ഷുഡ് ഓൾസോ live for yourself. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ പേരൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാല് അവര് നമുക്ക് വേണ്ടിയാണ് കൂടുതൽ അല്ലെ നിന്നിരിക്കുന്നത്, കുട്ടികൾക്ക് വേണ്ടി, ഹസ്ബൻഡിന് വേണ്ടി. എന്റെ അമ്മയൊക്കെ അച്ഛന്റെ ഈ ബിസിനസ് അപ്ബ്രിങ്ങിങ്ങിനൊക്കെ അച്ഛന് സപ്പോർട്ടും പിള്ളേരൊക്കെ ആയിട്ട് നിന്നൊരു വ്യക്തി. ഞങ്ങള് പഠിച്ച് വരാന്ന് പറയുന്നത് കല്യാണം കഴിച്ചു വിടുന്നവരെങ്കിൽ അങ്ങനെയാണെങ്കിൽ കല്യാണം കഴിഞ്ഞപ്പോൾ കുട്ടികളായപ്പോഴും അമ്മയ്ക്ക് ടെൻഷൻ. അപ്പൊ അവരങ്ങനെയാണ്. പക്ഷെ നമ്മുടെ ജനറേഷനും ഇനിയുള്ള ജനറേഷനും ഒന്നും അങ്ങനെ ആയിരിക്കില്ല. അവരുടെ ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവരും അവരുടെ കരിയറും അവരുടെ കാര്യങ്ങളും നോക്കിയിട്ടായിരിക്കുള്ളൂ ലൈഫിൽ എന്തൊരു സ്റ്റെപ്പ് വെക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പം പുതുതായിട്ട് കുറെ ഇപ്പോഴുള്ള കപ്പിൾസിലേക്ക് ഞാനൊരു പോഡ്കാസ്റ്റ് സംതിങ് കണ്ടു, വെഡിങ് കപ്പിൾ എന്ന് പറയും, ഡബിൾ ഇൻകം നോ കിഡ്സ്. കുട്ടികൾ വേണ്ടെന്നൊക്കെ തീരുമാനിച്ചിട്ട് രണ്ടാളും മാത്രം മതി. എനിക്ക് തോന്നുന്നു അതില് എക്സ്പെൻസ് ഒരു ഫാക്ടറായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ടൈം. അതിനകത്ത് ഒരു റിയലൈസേഷൻ തോട് വരുമ്പോഴാണ് അവരെല്ലാം ഡിസിഷൻ ചിലപ്പോൾ മാറാതിരിക്കാം. അറ്റ് ദി എൻഡ് അത് സൊസൈറ്റി അതിൽ ഇടപെടാതെ അതൊരു പേഴ്സണൽ ചോയ്സ് ആണ് എന്ന് മനസ്സിലാക്കുന്നതിലാണ് നമ്മൾ പറയുന്നത് റെസ്പെക്ട്.
നമ്മളിപ്പോ ഞാൻ എടുത്തൊരു ഡിസിഷനിൽ എനിക്ക് റെസ്പെക്റ്റാ വേണ്ട, എന്റെ കൂടെ മുന്നിലേലും അത് ബോധർ ചെയ്യാതെ ദേ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ദെയർ ലൈഫ്, ഇറ്റ്സ് അവർ ലൈഫ്, അല്ലെങ്കിൽ ഇറ്റ്സ് ദെയർ ലൈഫ് എന്നുള്ളത്. ഇപ്പൊ പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആരും ചോദിക്കുക കുട്ടികളെ പ്ലാനൊക്കെ എന്താ ചോദിക്കും. ഇന്ന് ആരെങ്കിലും ചോദിക്കുമോ? ഇന്ന് ഒരു 2 വർഷം കഴിയുമ്പോൾ പേടിച്ചിട്ടായിരിക്കും ചോദിക്കാം എനിക്ക് കുട്ടികളുടെ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഫാമിലി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ ചോദിക്കാം. പണ്ട് എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ആൾക്കാർ അതെങ്ങനെ ചോദിക്കുള്ളൂ. ഇപ്പൊ നമ്മുടെ എന്തായിരുന്നു മൂവിയുടെ പേര് ബാംഗ്ലൂർ ഡേയ്സിൽ കഴിയുമ്പോണ്ടല്ലോ കല്യാണം കഴിഞ്ഞാൽ കോളേജ് കഴിയുമ്പോൾ ചോദിക്കും എന്നാ കുട്ടികൾ കഴിയുമ്പോൾ ഓൾവേസ് കണക്റ്റഡ്. പക്ഷെ ഇന്നത്തെ ജനറേഷനോട് ചോദിക്കാനായിട്ട് ജെൻസിയോട് ചോദിക്കാനായിട്ട് ആൾക്കാർ കുറച്ച് പേടിയുണ്ടാവും. കാരണം അവര് വെൽ ഡിറ്റർമൈൻഡ് ആണ്, അവരുടെ ലൈഫിൽ എന്താ വേണ്ടത് ഫോക്കസ്. അവർക്ക് വേറെ ചിലപ്പോൾ കരിയറോ ഇതൊന്നും ആയിരിക്കില്ല, പക്ഷെ അവർക്ക് ഇന്ന് ഇത് ചെയ്യേണ്ടത് ഇതാണ്, അല്ലെങ്കിൽ അവര് ഇതായിരിക്കും ഇത് ചെയ്യുക. അതിന് ആര് വിചാരിച്ചാലും മാറാൻ പറ്റില്ല. ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ബിസിനസ്. കോബു തന്ത്രത്തിൽ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഞാനിങ്ങനെ തന്നെ പറയാം അധികായന്മാരായിട്ടുള്ള ബിസിനസ്സുകാരിൽ ഒരാളായിട്ടുള്ള ഫാദർ. അപ്പോൾ ചെറുപ്പം മുതൽ കാണുന്നതാണ്. ലാസ്റ്റ് 5 years ആയി ബിസിനസ്സിൽ എൻ്റർ ചെയ്തിട്ട് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇൻസ്പയർ ആയ അല്ലെങ്കിൽ പഠിച്ചു എന്ന് തോന്നുന്ന ഒരു 2-3 വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും? അത് അച്ഛൻ്റെ ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അച്ഛനോട് പറഞ്ഞത് ഞാൻ MBA എന്തിനാ പഠിക്കാൻ പോയത്, ഇവിടെ തന്നെ നിന്ന് അച്ഛൻ്റെ കൂടെ പഠിച്ചാൽ അതെനിക്ക് തോന്നുന്നുണ്ടോ വെറുതെ പ്രാക്ടിക്കൽ നോളജ് യു ഗെറ്റ് ഫ്രം ആക്ടിവിറ്റി കിട്ടുന്നത്, ബിസിനസ്സിൽ കിട്ടുന്നത്, വോട്ടെവർ കിട്ടുന്നത് നമുക്ക് ഏത് തിയറിറ്റിക്കൽ നോളജിന് മാത്രമായിരിക്കില്ല. പ്രാക്ടിക്കൽ നോളജ് ഇസ് ഓൾവേസ് അഡീഷണൽ ബോണസ്. അപ്പൊ എനിക്ക് അച്ഛനെ കിട്ടിയിരുന്ന ഡിറ്റർമിനേഷൻ, ഡെഡിക്കേഷൻ, ഹാർഡ് വർക്ക്, ഇതൊക്കെ എല്ലാവരും ഒരു ബിസിനസ്മാന്റെ ക്വാളിറ്റി ആയിരിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത് അച്ഛന് എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇപ്പോൾ അച്ഛന് ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് എന്തെങ്കിലും ഇപ്പോൾ ഒരു ദിവസം ട്രാവൽ ചെയ്ത് ഇപ്പോൾ ഒരു ലോങ് ജേർണി കഴിഞ്ഞ് തിരിച്ചു വന്നാലും നെക്സ്റ്റ് ഡേ മോർണിംഗ് ഈ ഗോസ് ടു ഓഫീസ്. അപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ ചെയ്യും ഇന്നത്തെ വേണ്ട ഹാഫ് ഡേ എടുക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇപ്പൊ എനിക്ക് അങ്ങനെ എടുക്കാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അച്ഛൻ പോലെ നമ്മൾ അങ്ങനെ അത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ എത്ര ട്രാവൽ ചെയ്ത് വന്നെങ്കിലും ആള് തന്നെ ഇപ്പോഴും ഞങ്ങളുടെ എല്ലാ സ്റ്റോഴ്സും അച്ഛൻ തന്നെയാണ് സെലക്ട് ചെയ്യാറ്, പ്ലേസസ്. അത് കഴിഞ്ഞ് അതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് നോക്കുമ്പോൾ ഇന്റീരിയർ വർക്ക് നോക്കാനായിട്ട് ഞാനോ ബ്രദറോ പോയാൽ തന്നെയാലും അച്ഛൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്, അച്ഛൻ തന്നെ പോകണം. അപ്പം ആളുടെ കണ്ണ് ആള് നോക്കുന്നതെല്ലാം എല്ലാത്തിലേക്ക് എത്തണം എന്നുള്ളത് ആൾക്ക് വളരെ ഡിറ്റർമൈൻഡ് ആണ്, പെർഫെക്ഷനിസ്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പറയാറുണ്ട് ഇനി സെക്കൻഡ് ജനറേഷൻ ആയതുകൊണ്ട് അവർക്ക് കൊടുത്ത അവർ ചെയ്യാം. പക്ഷെ എന്നാലും അച്ഛനെ നോക്കിയാൽ അച്ഛന് സമാധാനമാണ്. അപ്പൊ ഞങ്ങളും ആക്ച്വലി വിചാരിക്കും അച്ഛന്റെ ഈ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ ഓടാൻ പറ്റിയിരുന്നെങ്കിൽ വീടുണ്ടോ. കാരണം ആ ഒരു ഡിറ്റർമിനേഷൻ എന്ന് വെച്ചാൽ അച്ഛനത് അച്ഛന്റെ ബേബിയാണ്, ഞാനോ എന്റെ ബ്രദറോ അല്ല അച്ഛന്റെ ഫസ്റ്റ് ബേബി. എനിക്ക് തോന്നുന്നു അതിന്റെ ജീവൻ തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അതിങ്ങനെ സസ്റ്റെയിൻ ചെയ്ത് പോകുന്ന 40 years ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ഈസി. ഇപ്പോഴും എക്സ്പാൻഡ് ചെയ്യുന്നത് പറയുമ്പോൾ അതൊരു ആൾക്ക് അതിനുള്ളൊരു എന്താ പറയാ ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ട്. ഇപ്പോഴും ആള് 50 കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, 50 സ്റ്റോഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഓക്കെ 50 കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഗ്യാപ്പ് എടുക്കാം, അല്ല ഇത് കഴിഞ്ഞിട്ട് ബാക്കി ഫർദർ നമുക്ക് വേറെ കുറച്ച് എക്സ്പാൻഷൻ വേറെ ടൈപ്പ്. പക്ഷെ എന്നാലും ആള് പറഞ്ഞു എനിക്ക് ഇനിയും എസ്റ്റാബ്ലിഷ് ചെയ്യണം. കാരണം ആൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് 50 എത്തണവരെ ആൾ പറഞ്ഞു എനിക്ക് 50 ആണെന്ന് പറഞ്ഞു. 50 കഴിയുന്നു ഞാൻ 50 എത്തിക്കണം എങ്ങനെയെങ്കിലും എന്നൊക്കെ പറഞ്ഞു. 50 കഴിഞ്ഞ് 50 സെക്കൻഡ് നമ്മളിപ്പോ ഓപ്പൺ ചെയ്തു. സോ ഡിറ്റർമിനേഷൻ, അതിനകത്ത് ഹാർഡ് വർക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ അത് ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ പങ്ക്ച്വാലിറ്റി, പിന്നെ ഓഫീസിൽ കയറി കഴിഞ്ഞാൽ അച്ഛൻ മകൾ എന്നുള്ളൊരു ബന്ധമില്ല, അത് ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അത് അങ്ങനെ കുറെ കാര്യങ്ങൾ ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. അതിനാൾക്ക് ഭയങ്കരമായിട്ടുള്ള പീപ്പിൾ സ്കിൽസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എനിക്കത് കുറച്ച് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഹി ക്യാൻ ആക്ച്വലി എന്താ പറയാ ചിരിച്ച മുഖമായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് തന്നെ വലിയൊരു ക്വാളിറ്റിയാണ്. ബിസിനസ്മാന് വേണ്ടത് അത് തന്നെയാണ്. അച്ഛൻ ചീത്ത പറഞ്ഞാലും ചീത്ത പറഞ്ഞു നമുക്ക് തോന്നാത്ത രീതിയിൽ ആളെ പിന്നെ അത് മേക്കപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ബിസിനസ്മാന് വേണ്ട എല്ലാ ക്വാളിറ്റിയും എനിക്ക് തോന്നാറുണ്ട്. പലപ്പോഴും അച്ഛൻ തന്നെ എനിക്ക് കിട്ടാറുണ്ട്. അച്ഛനെ ചെറുപ്പത്തിലൊക്കെ നിങ്ങൾ എന്തായാലും ഒരുപാട് മിസ് ചെയ്ത് ഏതെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടാവും. കാരണം ഇങ്ങനെ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് കൊടുക്കേണ്ട പറഞ്ഞിരുന്നു 50 years ഷോറൂം ഇനോഗ്രേഷൻ മാനുഫാക്ചറിംഗ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് ഞാൻ അച്ഛനെ പണ്ട് കാണാറുള്ളത് ചിലപ്പോൾ കാലത്തെ പേപ്പർ വായിച്ചിരിക്കുന്ന അച്ഛനെയാണ്. തിരിച്ച് സ്കൂൾ വിട്ട് വരുമ്പോഴും അച്ഛൻ കിട്ടിയിട്ടുണ്ടാവില്ല. അച്ഛൻ സ്റ്റോർ അന്ന് അടച്ചു വരുമ്പോൾ 1 man show ആണ്. ഇന്നത്തെ പോലെ മാനേജറോ സെയിൽസ്മാനോ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അച്ഛൻ തന്നെയായിരുന്നു സ്റ്റോർ അടച്ചു വരിക, ക്യാഷ് കൗണ്ട് ചെയ്യുക. അന്നത്തെ പോലെ സിസ്റ്റമാറ്റിക് അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം മാനുവലി ആണ്, അന്നെല്ലാം എഴുത്താണ്, ബിൽസ് ആണ്, ബിൽ ചെക്ക് ചെയ്യാനും ടാലി ഒന്നും ഇല്ലല്ലോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ എത്തുമ്പോൾ 12 മണിയൊക്കെ ആവും. നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ കാണാൻ അച്ഛനെ പേപ്പർ വായിച്ചിരിക്കുന്ന അച്ഛൻ വീക്ക് ഡേയ്സ് ആണ്. പക്ഷെ വീക്കെൻഡ്സ് എത്തിയപ്പോൾ
എത്തുമ്പോൾ സൺഡേസ് എസ്പെഷ്യലി സൺഡേസ് അച്ഛൻ ഓഫ് എടുക്കാറുണ്ട്. സൺഡേസ് ഡെഡിക്കേറ്റഡ് ടു ഫാമിലി. അപ്പൊ നമ്മള് കാലത്ത് പണ്ടൊക്കെ നമ്മൾ എന്നും എല്ലാ സൺഡേസും ഗുരുവായൂർ പോകും. അച്ഛൻ ഭയങ്കര ഗുരുവായൂർ ഭക്തനാണ്. അപ്പൊ എല്ലാ സൺഡേയും നമ്മളെ ഗുരുവായൂർ കൊണ്ടുപോകും. ഗുരുവായൂർ തിരിച്ചു വരുമ്പോൾ നമ്മുടെ ലഞ്ച് ഔട്ട് സൈഡ് ഉണ്ടാവും, ഡിന്നർ ഔട്ട് സൈഡ് ഉണ്ടാവും. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഞങ്ങൾ ട്രിപ്പുകൾ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഷോർട്ട് ട്രിപ്സ് കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു സ്കൂളിൽ ഏറ്റവും കൂടുതൽ ട്രിപ്പിന് പോയിരിക്കുന്ന സ്കൂൾ തുറക്കുന്ന സമയത്താണ്. അതായത് വർക്കിംഗ് സ്കൂളുള്ള സമയങ്ങളിലാണ് വെക്കേഷനേക്കാളും കൂടുതൽ പോകാറുള്ളത്. അപ്പോൾ ഇന്നും അത് പറ്റാറില്ല കുട്ടികൾക്ക്. ഇന്ന് ഞാൻ ആലോചിക്കും അച്ഛൻ ഒരു ബിസിനസ്സായിട്ട് സ്കൂളെങ്കിലും തുടങ്ങിയിരുന്നെങ്കിൽ കൊടുക്കാൻ പറ്റിയായിരുന്നു. അപ്പോൾ പക്ഷെ അത് ബാലൻസ് ചെയ്ത് പോകാറുണ്ട്. ചിലപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്കത് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് കൊണ്ട് ഫാമിലി ബിസിനസ്സിൽ കൂടെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നത് ബിക്കോസ് ഐ ഹാവ് സീൻ ദാറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം വെക്കേഷൻസ് ഒക്കെ ഉണ്ടാവും, അധികം ഫെസ്റ്റിവൽ സീസൺ ആ ഒരു ടൈം, ഫെസ്റ്റിവൽസ് ഒക്കെ അടുത്തായിട്ടായിരിക്കും അതൊക്കെ ഉണ്ടാവും. അപ്പൊ അതാണെങ്കിൽ ശരിക്കും സെയിൽസിന് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ഒരു സമയം ഫെസ്റ്റിവൽ അടുപ്പിച്ചായിരിക്കും. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റ് കൂടി ഉണ്ടാവും അല്ലേ, ഈ ലീവൊക്കെ എടുത്ത് പോവാന്ന് പറയുന്നൊരു. ലീവ് എടുത്തപ്പോൾ നമുക്ക് ഓണമാണ് മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് ടൈം വരുന്നത്. പിന്നെ വിഷു ഒക്കെ വന്നാലും നമുക്ക് ഓൾറെഡി വെക്കേഷൻ ടൈമാണ്. ശരിക്കും ഏറ്റവും കൂടുതൽ സെയിൽസ് ഉണ്ടാവുന്ന ഒരു സമയം ഓണമാണ്. ഓണം തന്നെ. മലയാളികൾക്ക് എല്ലാവർക്കും ഓണം എന്ന് പറയുന്നത് ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ അല്ല, എല്ലാവരും ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ആയതുകൊണ്ട് ഓണം തന്നെയാണ് മേജർ മാർക്കറ്റ് ഷെയർ ഉള്ളത്. ഒരു സമയത്ത് ശരിയാണ് നമ്മൾ എവിടെയും പോകാറില്ല. ഓണം കഴിഞ്ഞാണ് നമ്മൾ ബ്രേക്ക് എടുക്കുക. ഫുട്ബോൾ സീസൺ ഒക്കെ ഫിഫയുടെ ഫിഫ കാണാൻ പോകാറുണ്ട്. കണ്ടിട്ടുണ്ട്. എന്റെ മോനും ഒരു ഫുട്ബോൾ ഭ്രാന്തനാണ്. അപ്പൊ അവൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. അപ്പൊ അങ്ങനെ ഫുട്ബോളിന് ഉള്ള ഇപ്പൊ നമ്മളെല്ലാം സീസണൽ വൈസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒരു ഓണം മാത്രം എക്സ്പെക്ട് ചെയ്യുന്ന ബിസിനസ് തന്നെയാണ്. സോ വി ഹാവ് ഇപ്പൊ AC സീസൺ വന്നപ്പോൾ നമുക്ക് സമ്മർ സീസൺ വന്നപ്പോൾ AC പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള സീസൺസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ മൺസൂൺ ആണ്. അപ്പൊ കൂടുതൽ നമുക്ക് അറിയുന്ന ഏതാ പോകാൻ മൺസൂൺ സമയത്ത് പൂളിംഗ് പ്രൊഡക്ട്സുകൾ ഉണ്ട്, വാട്ടർ പ്യൂരിഫയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻസ് ഉണ്ട്, ഡ്രയേഴ്സ് ഉണ്ട്. തുണി ഉണങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഈ ഡ്രയറിനൊക്കെ പറഞ്ഞൊരു ഐറ്റം, ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഒരു 5-6 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം മുമ്പൊക്കെ ഡ്രയർ എന്ന് പറയുന്നത് ആരും വാങ്ങില്ലായിരുന്നു. കാരണം അതൊരു വെസ്റ്റേൺ കൾച്ചറിലുള്ള ഒരു സംഭവമാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല, മഴയുണ്ട്, അതിനകത്ത് സാരമില്ല, വീട്ടിനകത്തേക്ക് ഉണക്കാം എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ ഫ്ലാറ്റ്സിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്നതാണ് തുണി ഉണങ്ങി കിട്ടില്ല, അല്ലെങ്കിൽ ഒരു 4 പേരുള്ള ഒരു ഫ്ലാറ്റിലാണെങ്കിൽ തുണി ഉണക്കാൻ സ്ഥലം ഉണ്ടാവില്ല, അല്ലെങ്കിൽ തുണി ഉണങ്ങി കിട്ടില്ല. ഇതൊക്കെ ഒരു കോമൺ ഇഷ്യൂസ് ആണ് അവർ ഫേസ് ചെയ്യുന്നത്. അപ്പം ഇത് ഡ്രയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഡിഷ് വാഷർ നമ്മൾ ആരെങ്കിലും വിചാരിച്ചിരുന്നു സൈപ്പ് മാത്രമേ കഴുകാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഡിഷ് വാഷർ യൂസ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഡിഷ് വാഷർ ഏത് വീട് എടുത്താലും പുതിയൊരു വീട് പണിയുമ്പോൾ ആദ്യം തന്നെ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഡിഷ് വാഷർ വേണം എന്നുള്ള. കാരണം ഐദർ അവർ രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റസ് സിമ്പിൾ ആയിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവാം, അതും അല്ലെങ്കിൽ ടൈം കൺസ്യൂമിങ്ങിന്. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഒരു മൊബൈലിൽ തന്നെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് മൊബൈൽ എന്ന് പറയുന്നത് എന്താ ആക്ച്വലി വിളിക്കാൻ മാത്രം മതി എന്നായിരുന്നു പണ്ടത്തെ കോൺസെപ്റ്റ്. പക്ഷെ ഇപ്പൊ മൊബൈലും ടെക്നോളജി മാറി വരുന്നതിന്റെ റീസൺ അത് ഈസിയർ ആക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ സാംസങ് ഇപ്പൊ 14, 15, 16 ഇതൊക്കെ വരുമ്പോ നമ്മൾ ആ സ്വിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ, എന്തുകൊണ്ടാണ് 14 വെച്ച ആൾക്കാർ 15 വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? എന്തുകൊണ്ടാണ്? ആ ടെക്നോളജിയിൽ ഇതിനേക്കാളും ഇംപ്രൂവ്ഡ് വേർഷൻ ആണ്. അപ്പൊ ആ ടു മേക്ക് യുവർ ലൈഫ് സിമ്പിൾ, ടു മേക്ക് ഇറ്റ് മോർ ടെക് ഫ്രണ്ട്ലി, അല്ലെങ്കിൽ ഇത് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പ്രൊഡക്ട്സ്. ഇപ്പൊ വാഷിംഗ് മെഷീൻ, പണ്ടത്തെ വാഷിംഗ് മെഷീൻ ഇങ്ങനെ അപ്സ്കെയിൽ ചെയ്ത് ടെക്നോളജിക്കലി അപ്സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ടെക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ AI വരുന്നുണ്ട്, AR VR കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ റീസെന്റ് നമ്മളൊരു appliance.ai എന്ന് പറഞ്ഞിട്ട് എന്റെ ഷാർക്ക് ടാങ്ക് സീസൺ 3 അവർ ഫണ്ടിങ് വന്നിട്ട് അതായത് നമുക്ക് റെസിപ്പീസ് ചൂസ് ചെയ്യാം, അതിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഉണ്ടാവും, വേ ചെയ്യാം. ജസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോഴാണ് അതിന്റെ വീഡിയോ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഒരു GPT വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഒരു ഇന്നൊരു സാധനത്തിന്റെ റെസിപ്പി, ഒരു ഡിഷിന്റെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട ക്വാണ്ടിറ്റി ഓഫ് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ പറയും. എന്നിട്ട് അതിനനുസരിച്ച് മിക്സ് ചെയ്ത് അത് ആ ഒരു ഡിഷ് ആക്കി തരും. പിന്നെ അത് കഴിഞ്ഞ് ഇത് കഴുകുന്ന ജോലി വരെ ഈ ഒരൊറ്റ ഡിവൈസ് ചെയ്യും. അങ്ങനെ യു ക്യാൻ കുക്ക് ഇവൻ ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു കുക്ക് എന്നൊക്കെയാണ് അവരുടെ കുക്ക്. ആ പ്രൊഡക്റ്റിനെ പറ്റി ഞാനും കണ്ടത്. കണ്ടപ്പോ കുറെ പേര്, കുറച്ച് ഫ്രണ്ട്സിനോട് ചോദിച്ചിരുന്നത് എനിക്കൊന്നും ഗിഫ്റ്റ് ചെയ്യണം എന്റെ വൈഫിന്, അല്ലെങ്കിൽ എനിക്ക് ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇത് കാണുന്ന ആൾക്കാരും മനസ്സിലായിക്കോളും. പക്ഷെ
അപ്പൊ ഞാൻ ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ദിസ് ഇസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ടെക്നോളജി അല്ലേ, കാരണം ആ ടെക്നോളജിയിൽ അത് നല്ലൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തോട്ട് പ്രോസസ് ആണ്. ഇപ്പോൾ എല്ലാ ഇതെടുക്കുമ്പോഴും നമ്മൾ ആരെങ്കിലും ആലോചിച്ചിരുന്നു നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് റോബോ വാക്യൂം ക്ലീനേഴ്സോ അല്ലെങ്കിൽ റോബോട്ടിക് ആയിട്ടുള്ള വാക്യൂം ക്ലീനേഴ്സ് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഞാനൊരു 10-12 years ബാക്ക് എന്റെ ചേച്ചി അബ്രോഡ് ഉണ്ട്. ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് കാലത്ത് റോബോ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്ത് വെച്ചോളും, സോ നത്തിങ് ടു വറി അബൌട്ട് ഇറ്റ്. അവിടെ മെയ്ഡൊന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. പുറമെ പോയി കഴിഞ്ഞാൽ പുറം നാട്ടിലൊക്കെ മെയ്ഡ്സിനെ കിട്ടൊക്കെ അതർ ദാൻ അറബ് കൺട്രീസ്, ബാക്കി കൺട്രീസിലൊക്കെ ഇറ്റ്സ് ടു എക്സ്പെൻസീവ് ആൻഡ് പീപ്പിൾ പ്രിഫർ ടു ക്ലീൻ ദെയർ ഹൗസ് ബൈ ദെംസെൽഫ്. അപ്പോ അതൊക്കെ ഞാൻ വിചാരിച്ചിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വരാൻ ഇതൊന്നും നമ്മുടെ നാട്ടിലൊന്നും റോബോ ഒന്നും ഇല്ല എന്നൊക്കെ അന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് ആ ടെക്നോളജി മാറി അതിലേക്ക് ആൾക്കാർ പ്രിഫർ ചെയ്യാണ്. അപ്പൊ ഒന്ന് മെയ്ഡ് വന്നില്ലെങ്കിൽ സ്വയം ക്ലീൻ ചെയ്യാനല്ല ചിന്തിക്കുന്നത്, റോബോ മേടിച്ചാൽ പോലെ പ്രശ്നം തീർന്നില്ലേ. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ടെക് ഉണ്ടോ പേഴ്സണലി എക്സൈറ്റഡ് ആയിട്ടുള്ള ഹോം അപ്ലയൻസസ്? ഹോം അപ്ലയൻസസിന് ഇപ്പൊ എല്ലാം ഒരു AI കൺട്രോൾഡ് ആയിട്ടാണ് എല്ലാം വരുന്നത്. ഇപ്പം എല്ലാ എന്താ പറയാ ഇതെടുത്താലും ഹോം അപ്ലയൻസസ് പ്രൊഡക്ട്സ് എടുത്താലും എല്ലാതും ഇപ്പൊ AI ഇൻബിൽഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് വരുന്നത്. അപ്പൊ അതിൽ കൂടുതൽ ഫ്യൂച്ചറിസ്റ്റിക് ആവാനുള്ളത് എന്താണെന്ന് വെച്ചാൽ AIയിൽ തന്നെ വോട്ട് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനാണ് ഓരോ ബ്രാഞ്ചും നോക്കുന്നത്, വൺ ആഫ്റ്റർ ദി അതർ. ഇപ്പോ AC-യുടെ കാര്യത്തിലായാലും ഇപ്പൊ നമ്മുടെ റൂം ടെമ്പറേച്ചർ മാത്രമായിരുന്നു നോക്കിയിരുന്നത്. റൂം ടെമ്പറേച്ചർ തന്നെ ഇപ്പൊ എത്ര പേഴ്സൺ ഈ റൂമിലുണ്ട് അത് സെൻസ് ചെയ്ത് നമ്മുടെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യും. സോ അപ്പൊ അങ്ങനെയൊക്കെ AI is so advanced. സ്മാർട്ട് ഹോം എന്നുള്ളൊരു എക്സാക്ട്ലി എവറിത്തിങ് ഇസ് വൺ ടച്ച് കൺട്രോൾഡ്. അങ്ങനെയാണ്. ടിവിയിലൊക്കെ എന്ത് ചെയ്തേക്കുവാനാണ്? ടിവിയിൽ ഇപ്പം റീസെന്റ് കുറെ സോണിയുടെ കഴിഞ്ഞ മീറ്റിംഗിന് പോയിരുന്നു, സാംസങ്ങിന്റെ മീറ്റിംഗിന് പോയിരുന്നു. അപ്പൊ ഇതൊക്കെ AI ആണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. AI ഓൾറെഡി അവർ ഇതൊരു സോണി ഒരു 4 years ബാക്ക് കൊണ്ടുവന്നതാണ്. ഡോൾബി സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും ഡോൾബി സപ്പോർട്ട് ചെയ്യാത്തതും ആയാൽ കൂടെ കണ്ടന്റ് ആണെങ്കിൽ കൂടെ സോണി ഇസ് ക്ലെയിമിംഗ് ദാറ്റ് ദേ ക്യാൻ ഗിവ് യു ദ ബെസ്റ്റ് വേർഷൻ. ഇപ്പൊ സോണിയുടെ പുതിയ സീരീസ് വരാൻ പോകുന്നുണ്ട്. ബ്രാവിയ സീരീസിൽ തന്നെ 987 എന്നൊക്കെ പറഞ്ഞിട്ടാണ് സീരീസ് വരാൻ പോകുന്നത്. ദേ മേക്കിംഗ് ഇറ്റ് മോർ സിംപ്ലർ വേ ടു പീപ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ദ മോഡൽസ്. അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ സിനിമ ഇസ് കമ്മിങ് ഹോം. അപ്പം ഒരു സിനിമാറ്റിക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന് ഒരു പ്രൊഡക്റ്റ് ഞാൻ കണ്ടിരുന്ന ഒരു നെക്ക് ബാൻഡ് ആയിരുന്നു വിത്ത് സ്പീക്കേഴ്സ്. അപ്പം അത് ഞാൻ എന്റെ വ്ളോഗിൽ പഠിത്ത ദിവസം വരും. അപ്പൊ അതിനകത്ത് എങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ നമ്മളൊരു ഫാമിലി ആയിട്ട് ഇരിക്കുമ്പോൾ ഹോം തിയേറ്റേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഫാമിലി ഇപ്പൊ രാത്രി സപ്പോസ് ചേട്ടന സിനിമ കാണുന്നത്, രാത്രി ഇരുന്ന സിനിമ കാണുമ്പോൾ നമുക്ക് വീട്ടുകാരെന്ന് അറിയിക്കാൻ പോകും. ഞങ്ങൾ സിനിമ ആണെങ്കിൽ ഹോം തിയേറ്ററിന്റെ എഫക്ട് കാരണം അവർ ഉറങ്ങായിരിക്കും, ഡിസ്റ്റർബ് ചെയ്യണ്ട. സോ ദിസ് ഇസ് എ നെക്ക് ബാൻഡ് യു ക്യാൻ വെയർ. ഈ നെക്ക് ബാൻഡ് ഇന്ന് സ്പീക്കേഴ്സ് വരികയാണ്. ഇറ്റ്സ് നോട്ട് ഇയറിൽ വെക്കണ്ട, നമുക്ക് സേഫ് ആണ്. ഇത്രയും സൗണ്ട് കേൾക്കുമ്പോഴൊന്നുമില്ല. ഇറ്റ്സ് നെക്ക് ബാൻഡ് ഇസ് കൺട്രോളബിൾ. സൗണ്ട് നമുക്ക് അനുസരിച്ച് വെക്കാം ആൻഡ് ഓൺലി യു ക്യാൻ ഹിയർ. വേറെ ആരെയും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ ഹോം തിയേറ്റേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ അതിന്റെ വൈബ്രേഷൻസോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ സൗണ്ട് കൂടി കഴിഞ്ഞാലൊക്കെ ചിലപ്പോൾ വീട്ടുകാരെ എണീക്കാം, അല്ലെങ്കിൽ കൊച്ചുണ്ടെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ ഡിസ്റ്റർബ് ആവാന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ദിസ് ഇസ് വെരി കൺവീനിയന്റ് പ്രോഡക്റ്റ്. നമ്മൾ സോഫയിൽ കാണുന്നു, നമുക്ക് ഇത് ഇട്ടുകൊണ്ടല്ല യു ക്യാൻ വാക്ക് അറൌണ്ട്. ഇറ്റ് ഇസ് നോട്ട് ഡിസ്റ്റർബിങ് എനിവൺ. സോ ദ ടെക്നോളജി. പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത് ഞാൻ സാംസങ്ങിന്റെ പോയപ്പം അവരുടെ ഒരു യോഗിഫൈ എന്ന് പറഞ്ഞൊരു ഒരു മാറ്റ് ഉണ്ട്, ഒരു ആപ്പ് വെബ്സൈറ്റ് ഉണ്ട്. അതിനകത്ത് യോഗ പ്രൊഡക്ട്സ് ഒക്കെയാണ്. അതിനകത്തൊരു യോഗിഫൈ മാറ്റ് ഉണ്ട്. സോ യോഗിഫൈ മാറ്റ് ഇഫ് യു ബൈ ഫ്രം ദെയർ സൈറ്റ് ആൻഡ് സാംസങ് AI TV ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മാറ്റ് ആൻഡ് TV ഇസ് കണക്റ്റഡ്. അപ്പൊ അത് AI ഉപയോഗിച്ചിട്ട് അതിനകത്ത് പറയും നമ്മുടെ പൊസിഷൻസ് ലൈക്ക് യോഗ ചെയ്യുമ്പോൾ സൂര്യ നമസ്കാരം പൊസിഷൻസ് കറക്റ്റ് ആണോ, എത്ര കാലറീസ് നമ്മൾ ബേൺ ചെയ്തോ. അപ്പൊ യു ഡോണ്ട് നീഡ് എ പേഴ്സണൽ ട്രെയിനർ. The mat itself will tell you that you are doing in the right way or not. അപ്പൊ അങ്ങനത്തെ അഡ്വാൻസ്ഡ് ആണ്. ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ചിനും വരാൻ. അപ്പൊ അത് പറഞ്ഞതൊക്കെ അങ്ങനെയാണ്. എല്ലാം ആൾക്കാരുടെ സിമിലർ. ഇപ്പൊ TV എന്നുള്ളൊരു പേർപ്പസ് നമുക്ക് മൂവി കാണാൻ മാത്രമായിരുന്നു പണി. അപ്പൊ ആ TV-നെ കൊണ്ട് നമുക്ക് വേറെ എന്തൊക്കെ ടെക്നോളജി വൈസ് നമുക്ക് എങ്ങനെയൊക്കെ ഇംപ്രൂവ് ചെയ്യാം, എത്രത്തിൽ സ്മാർട്ട് ആക്കാം എന്നുള്ളതാണ്. സിൻസ് വി ആർ ഓൺ സോണി, പണ്ടൊക്കെ പറയും സോണിയുടെ TV അടിച്ച് അടുത്ത 10 TV കാണാൻ പറയും. പക്ഷെ ഇന്ന് ആളുകൾ ഒരു 2-3 വർഷം മുമ്പ് ഈ ടെക്നോളജിയിലെ അഡ്വാൻസ്മെന്റ്സ് വരുമ്പോൾ പുതിയ TV വാങ്ങിയാൽ വേറെ ഓപ്ഷൻ ഇല്ല. TV എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ആയി പറഞ്ഞു. ഇപ്പോൾ ഏത് അപ്ലയൻസസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ കസ്റ്റമേഴ്സിന്റെ ബൈയിങ് ബിഹേവിയറിൽ ഓവർ ദ പീരീഡ് വന്നൊരു ചേഞ്ച് എന്തൊക്കെയായിരിക്കും? പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിവിംഗ് റൂമിൽ മാത്രമേ നമ്മൾ TV കാണുള്ളായിരുന്നു. ഇപ്പൊ കുട്ടികളുടെയും എല്ലാവരുടെയും ചോയ്സസ് ആർ ഡിഫറെന്റ്. ഇപ്പം കുറച്ച് മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ന്യൂസ് കാണും, കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നെറ്റ്ഫ്ലിക്സ് കാണണം അല്ലെങ്കിൽ കാർട്ടൂൺ കാണണം. നമ്മളെ പോലെയുള്ള ആൾക്കാർ ജെൻസി എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പൊ പറയാം, ആൾക്കാർക്ക് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ മൂവീസ് സീരീസ് ഒക്കെ കാണും.
അപ്പൊ ഇതൊക്കെ വരുമ്പോൾ പ്രിഫറൻസസ് കൂടി തുടങ്ങി. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ കാണുമ്പോൾ ഒരു ന്യൂസ് കാണുമ്പോൾ അച്ഛനമ്മയും കൂടി ഇരുന്ന് കാണും, ന്യൂസ് കാണും, സൺഡേസ് മൂവി കാണും. അപ്പുറത്തേക്ക് നമുക്ക് വേറെ ഒന്നും ഇല്ല, ഒരു കാർട്ടൂൺ നെറ്റ്വർക്ക് ഉണ്ടാവും, നമുക്ക് വേറെ ഉണ്ടാവും, അപ്പുറത്തേക്കൊന്നും ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് യൂട്യൂബ് ഉണ്ട്, ഒരാൾക്ക് യൂട്യൂബ് കാണണം, ഒരാൾക്ക് നെറ്റ്ഫ്ലിക്സ് കാണണം, ഒരാൾക്ക് പ്രൈം കാണണം, അങ്ങനെ കിടക്കുകയാണ്. ഇന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇപ്പൊ ഞാനൊക്കെ എന്താ വെച്ചാൽ ഞാൻ ടി വി കാണില്ല വീട്ടിൽ, പകരം മൊബൈലിലായിരിക്കും ആണ്, കാരണം എന്തായാലും ചുരുങ്ങിപ്പോയി. പക്ഷെ അത് പ്രിഫറൻസസ് കൂടി ഇപ്പൊ ആൾക്കാർക്ക്. അപ്പൊ അത് വെച്ചിട്ട് ഒരു ടി വി ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോൾ ദേ ആർ ഐദർ ഈ ടി വി മാറ്റാനുള്ളതിനേക്കാളും കൂടുതൽ ദേ വോണ്ട് ആൻ അതർ പ്രിഫറൻസ്, അതർ ചോയ്സ്, ഒരു ടി വി വേറെ റൂമിലേക്ക് വാങ്ങിയാലോ എന്നുള്ളത്. അല്ലെങ്കിൽ AC, ഇപ്പൊ ഒരു റൂമിലായിരിക്കും AC ഉണ്ടാകുന്നുണ്ടാവുക, ഇന്നിപ്പോ ഹാളിൽ ഇരിക്കാൻ പറ്റുന്നില്ല, ചൂടെടുക്കുന്നുണ്ട്, അപ്പൊ ഒരു ഹാളിലേക്ക് AC വേണം. അവരുടെ ചോയ്സസ് മാറുകയാണ്. ആസ് ലൈക്ക് പണ്ട് ഒരു ഗാഡ്ജറ്റ് മേടിച്ചാൽ എത്ര വർഷത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളതായിരിക്കാം ആലോചിക്കുക. പക്ഷെ ഇന്ന് അങ്ങനെ ചിന്തിക്കുന്നത് വളരെ കുറവാണ് ആൾക്കാർ. അതുപോലെ നമുക്ക് ഇപ്പോ ഓട്ടോമൊബൈലിന്റെ കേസ് എടുത്താണെങ്കിൽ യൂസ്ഡ് ഓട്ടോമൊബൈൽ എന്നുള്ളത് വേറൊരു മാർക്കറ്റാണ്. അപ്പൊ അതില് സെക്കൻഡ് ഹാൻഡ് കാർ, റോയൽ ഡ്രൈവ് പോലുള്ള അല്ലെങ്കിൽ റോഡ് റേസ് പോലുള്ള നമ്മളെ മറ്റേ ബ്രാൻഡ് മോട്ടോർ വാഗൻ പോലുള്ള ഒരുപാട് ബ്രാൻഡ്സ് അതുണ്ട്. അപ്പോ പക്ഷെ യൂസ്ഡ് ഹോം അപ്ലയൻസസ് എന്നുള്ള അങ്ങനെ ഒരു മാർക്കറ്റ് ഇല്ലല്ലോ. അപ്പൊ നോർമലി ഒരു പ്രാവശ്യം മേടിച്ച സാധനങ്ങളൊക്കെ പിന്നെ അത് വേസ്റ്റ് അല്ലേ? അപ്പൊ മലയാളികളാണ് മാക്സിമം യൂസ് ചെയ്തിട്ട് ഓയിൽ നമുക്ക് എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട്. നമ്മൾ പറയും നമ്മൾ ഡിസ്കാർഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. ഒരു റെഫ്രിജറേറ്റർ പഴക്കത്തെ റെഫ്രിജറേറ്റർ ആയിരിക്കും, പക്ഷെ നമ്മൾ പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണം. ഒരു ഫ്ലാറ്റിലുള്ള ആൾ ഈ റെഫ്രിജറേറ്റർ പഴയ റെഫ്രിജറേറ്റർ അവിടെ കൊണ്ടുവയ്ക്കും. അപ്പൊ നമ്മൾ പറയും നമ്മൾ എടുക്കാന്ന് പറയും, പക്ഷെ അതിന്റെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നമ്മൾ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതൊരു ഉപകാരമില്ല, അതിനെക്കൊണ്ടൊരു ഉപയോഗം നമുക്കത് റീഫാബ് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം അന്നത്തെ ടെക്നോളജി പിന്നെ നമുക്ക് അവിടെ സിസ്റ്റമേ ഇല്ല. ഓൾ വി ഡു ഇസ് നമുക്കൊരു വെണ്ടർ ഉണ്ടാവും, ആ വെണ്ടറിന് കൊടുക്കും. അവർ ഓൾ കേരള അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവർ വന്ന് എടുക്കും. ഇപ്പൊ നമ്മൾ പറയില്ല ആക്രിക്ക് കൊടുക്കാന്ന് പറയും, അതുപോലത്തെ ഒരു സംഭവം തന്നെയുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ പല സാധനങ്ങളുണ്ടോ, ഇപ്പൊ ഇലക്ട്രോണിക്സ് അല്ലാത്ത സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ ഒന്നിച്ച് തൂക്കി വെക്കും. ഇതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുക, അവര് മൊത്തമായിട്ട് എടുക്കുക. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനീസ് ഒക്കെ എടുക്കുന്നുണ്ടെന്നാണ് അത് ശരിക്കും ഈ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു അഡ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. അല്ല, ചിലത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് ചില മോട്ടറും സംഭവങ്ങളൊക്കെ എടുത്തിട്ട് ദേ മൈറ്റ് സെൽ ഇറ്റ്, ഐ ഡോണ്ട് നോ. പക്ഷെ ഈ വേസ്റ്റിന് ചില ഇപ്പൊ പണ്ടത്തെ പാനൽസ് ഒക്കെ, പാനലല്ല പണ്ടത്തെ CTVs ഉണ്ടാവും. പണ്ടത്തെ TV ഓർമ്മയുണ്ടോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിപ്പോ നമ്മൾ കാര്യങ്ങൾ കൊണ്ടുവന്ന് കസ്റ്റമർ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് വെണ്ടർക്ക് കൊടുത്താലും അയാൾക്ക് ഒന്നും യൂസ് ആയിരിക്കില്ല. പിന്നെ ഒരു TV റിപ്പയർ ചെയ്ത് നമുക്കൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒരു പാനൽ മാറ്റാൻ തന്നെ യു ഹാവ് ടു സ്പെൻഡ് 3,000-4,000 rupees. ആ കാശിന് നമ്മളൊരു കുറച്ചും കൂടെ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ TV വാങ്ങുക. അതേ ഉള്ളൂ ഇന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുക. പിന്നെ ഓവർ ദ ടൈം ഹോം അപ്ലയൻസസിന്റെ പ്രൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞല്ലോ. അതായത് പണ്ട് എന്താ പറയാ ഭയങ്കര ഇത് വാങ്ങാൻ പറ്റാത്തൊരവസ്ഥ, മിഡിൽ ക്ലാസ് നിൽക്കുന്ന പറയുന്നത്. ഇപ്പൊ അത് കുറേ കൂടി അഫോർഡബിൾ എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പറയും കുറേ കൂടി ചീപ്പായി. എനിക്കത് ഈ അടുത്ത് വേറൊരു ന്യൂസും കൂടി ഉണ്ടായിരുന്നു. ബെയറബിൾസ് സ്മാർട്ട് വാച്ച്, ഹെഡ്സെറ്റ്സ്, ഇയർഫോൺ, അതൊക്കെ കോമ്പറ്റീഷൻ കൂടിയോണ്ട് ലൈക് ദേ ആർ സെല്ലിംഗ് ഇറ്റ് ഫോർ എ ചീപ്പർ ബ്രാൻഡ്സ്. ഇപ്പം അതിനകത്ത് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിനേറ്റ് ചെയ്തു ഒരുപാട് ബ്രാൻഡ്സ്. ഈ പാൻഡമിക്കിന്റെ സമയത്ത് ചൈനയിൽ നിന്നും പ്രൊഡക്ട്സ് വരാൻ പറ്റാണ്ടായിട്ട്, കമ്പനീസിനൊന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാണ്ടായിട്ട് ഇന്ത്യൻ ബ്രാൻഡ്സ് ഒത്തിരി വന്നു. ഇന്ത്യൻ ബ്രാൻഡ്സ് വന്നപ്പോൾ നമ്മള് കൂടുതലും നോൺ ബ്രാൻഡ്സ് എന്ന് തന്നെ പറയും. അതായത് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് അല്ലാത്തതും അല്ലെങ്കിൽ ബ്രാൻഡഡ് അല്ലാത്തതും ആയിട്ട് ചെറിയ ചെറിയ ബ്രാൻഡുകൾ ഉണ്ടാവും, വിച്ച് ഇസ് അഫോർഡബിൾ ആയിട്ട് കസ്റ്റമേഴ്സിന് എത്തിക്കാൻ. അത്തരത്തിലുള്ള ബ്രാൻഡ്സ് ഒരിടയ്ക്ക് ഭൂമി ഇതപ്പം ചില ബ്രാൻഡ്സ്, പക്ഷെ പ്രീമിയം ബ്രാൻഡ്സ് ഒന്നും പൈസകൾ അതിനു വേണ്ടി കുറച്ചിട്ടില്ല, അവർ കറക്റ്റ് ആയതുകൊണ്ട് കുറച്ചിട്ടില്ല. പക്ഷെ അവരുടെ പ്രൊഡക്റ്റ് ലൈനിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ഒരു സീരീസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇപ്പൊ ചിലപ്പോൾ അതിന്റെ ബേസ് മോഡൽ ഉണ്ടാവും. നമ്മളിപ്പോ ഒരു ഓട്ടോമൊബൈൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പറയുന്നുണ്ട് ഇപ്പം ബെൻസ് A-class തന്നെ AMG ഉണ്ട്. ഓക്കെ, അങ്ങനെ. അപ്പൊ അതുപോലെ തന്നെ അപ്ലയൻസസ് നോക്കുമ്പോൾ ഇതില് ബേസ് മോഡൽ ഉണ്ടാവും, അതിന്റെ കുറച്ചും കൂടെ HD ഉണ്ടാവും, UHD, അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടാണ്. അപ്പൊ എന്താ വെച്ചാൽ കസ്റ്റമർക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ വന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളതുണ്ട്. ഇപ്പൊ റെഫ്രിജറേറ്റേഴ്സ് ആയി എന്തെടുത്താലും അങ്ങനെ എല്ലാ റേഞ്ച് കാറ്റഗറിയും
ചൂസ്. ഓക്കെ. ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ ഇപ്പോ പാൻഡമിക്കിന് ശേഷം ഈ എന്താ പറയാ ചൈനയിൽ നിന്ന് ഒരുപാട് ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ സ്വന്തം ലാബിൽ ഇട്ടിട്ട് TV ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെയുള്ള ബ്രാൻഡുകളൊക്കെ നമ്മൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു മാർക്കറ്റിലുള്ള ഒരു സാംസങ്ങിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ ടോപ്പ് മോഡൽ അല്ലെങ്കിൽ സോണിന്റെ ടോപ്പ് മോഡൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പ്രത്യേകിച്ച് ഗ്യാരണ്ടി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ചൈനയിൽ നിന്ന് ലേബൽ ചെയ്ത് വരുന്നതുകൊണ്ട് ശരിക്കും ഇവിടെയുള്ള നല്ല ബ്രാൻഡ്സിന്റെ ഒരു മാർക്കറ്റ് അല്ലേ തോന്നുന്നത്. ഒരിക്കലും കാരണം എനിക്ക് തോന്നിയിരിക്കുന്ന ഒരിടയ്ക്കൊക്കെ കസ്റ്റമർ അങ്ങനെ ബിലീവ് ചെയ്തിരുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളത് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അത് മതി. കാരണം ലൈക്ക് യു സെഡ് ഇതിൽ പ്രീമിയം ബ്രാൻഡിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് തന്നെയാണ് ഇതിനകത്ത് കിട്ടുന്നത്, അപ്പൊ അത് മതി എന്ന് വിചാരിക്കും. പക്ഷെ ഇപ്പൊ ആ ട്രെൻഡ് മാറി തുടങ്ങി. കാരണം കസ്റ്റമറിന് മനസ്സിലായി ഈ ബ്രാൻഡ്സിനൊന്നും ആഫ്റ്റർ സെയിൽസ് സർവീസ് ഒരു കാരണവശാലും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ മേബി 2 വർഷം എന്ന് പറയുമെങ്കിൽ 2 വർഷം കമ്പനി എക്സിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ ഉറപ്പുള്ളത് മനസ്സിലായി. ഇപ്പം ഒരു സേവ് ലൈക്ക് LG സാംസങ്ങോ സോണിയോ പാനസോണിക് ഹയർ ഏത് ബ്രാൻഡ് എടുത്താലും ഇതൊക്കെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡാണ് ഇൻഡസ്ട്രിയിലുള്ളത്. പക്ഷെ പുതിയൊരു ബ്രാൻഡ് വരുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഇന്ത്യൻ നിർമ്മിത ബ്രാൻഡ് വരുമ്പോൾ ഞാൻ മോശമായിട്ടല്ല പറയുന്നത്, പക്ഷെ കസ്റ്റമർക്ക് മനസ്സിലായി തുടങ്ങി ഏതിലേക്ക് അവർ കറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. കാരണം അതിൽ ചിലപ്പോൾ നമുക്ക് ഒരു ഗ്യാരണ്ടി ഒരു അഷുറൻസോ പറയാൻ പറ്റില്ല. അപ്പോൾ കസ്റ്റമർ ഇപ്പൊ റൈറ്റ് സെൻസിലാണ് അവർ ചൂസ് ചെയ്യുന്നത്. അവർ ബ്രാൻഡ് നോക്കി ബ്രാൻഡിലോട്ട് സ്വിച്ച് ചെയ്ത് തുടങ്ങി കസ്റ്റമേഴ്സ്. നോൺ ബ്രാൻഡിനേക്കാളും ബ്രാൻഡ്സിലോട്ട് തന്നെ പ്രിഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോൺ ബ്രാൻഡ് വേണം, ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോൺ ബ്രാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാലും വളരെ എന്താ പറയാ ബോധ്യത്തോടു കൂടിയാണ് കസ്റ്റമർ പറയുന്നുണ്ട് ദാറ്റ് ദേ വോണ്ട് ബ്രാൻഡ് മതി കേട്ടോ എന്ന് പറയും. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാനൽ മാറ്റി വെക്കാൻ തന്നെ നല്ല കാശാവും. അപ്പൊ നമ്മള് ഇത്രയും സ്പെൻഡ് ചെയ്ത് അതിന്റെ ഡബിൾ എഫക്റ്റില് വീണ്ടും സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോ മനസ്സിലായോ. നമ്മൾ പാൻഡമിക്കിന് ശേഷം ശരിക്കും ചൈനയിൽ നിന്ന് മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനീസിന്റെ ഒരു ഷിഫ്റ്റ് നമ്മൾ കാണുന്നുണ്ട് ഇന്ത്യയിലേക്ക് കുറേയൊക്കെ. ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഫോക്സ്കോൺ ആണ്. ഐഫോൺ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന തുടങ്ങി. അപ്പോൾ അതേപോലെ ഇപ്പോൾ ഇലക്ട്രോണിക്സിന്റെ ഒക്കെ കേസിൽ ഇന്ത്യ ആസ് എ മാനുഫാക്ചറിംഗ് ഹബ്ബ് നിലവിൽ നമുക്ക് 20-30 years ഡെഫിനറ്റ്ലി വരും. കാരണം മേജർ കമ്പനീസ് ആയാലും അവരുടെ ബിഗ്ഗസ്റ്റ് പ്ലാന്റ് ഇപ്പോൾ ഡൈക്കും അല്ലെങ്കിൽ ഹയർ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ ഞാൻ കമ്പനി ഫാക്ടറി വിസിറ്റിന് പോയിരുന്നു. ഇപ്പൊ ACs മാനുഫാക്ചർ ചെയ്ത് ഇപ്പോൾ ദേ മേക്ക് 10,000 ACs അല്ലെങ്കിൽ 5,000 ഇന്ത്യയില്. അപ്പം ഡൽഹിയില് ഗുർഗാവിലൊക്കെ ഡൽഹിയിലുണ്ട് അവർക്ക് ഫാക്ടറീസ് ഉണ്ട്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ എല്ലാം റോബോട്ടിക്കും കാര്യങ്ങളൊക്കെയാണ്, എല്ലാം മെഷീനറി കാര്യങ്ങളാണ്. മാൻ പവർ ഉണ്ട്, പക്ഷെ എന്നിരുന്നാലും കൂടുതൽ ഇത്രയും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഒരു സ്ലോട്ടിൽ. അപ്പം ദാറ്റ് ഇസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ്. അപ്പോ എല്ലാ കമ്പനീസും എല്ലാ ബ്രാൻഡ്സും ഇന്ത്യയിൽ അവരൊരു ഹബ്ബായി കാണാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അതൊരു എന്താ പറയാ അവർക്ക് മേജർ പ്രൊഡക്ഷനും അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവും ആണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. ബട്ട് ലൈക്ക് ഫോർ യുവർ ക്വസ്റ്റ്യൻ ഐ സീ യെസ് സൂൺ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. ഇപ്പം റിലയൻസിന്റെ കേസിൽ പറയണം, അവരിപ്പോ സ്വന്തം ഒരു ബ്രാൻഡായിട്ട് വൈസർ എന്ന് പറഞ്ഞിട്ടും എനിക്കൊന്ന് വാഷിംഗ് മെഷീൻ എങ്ങനെ ലോഞ്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓൺ ബ്രാൻഡ് എന്നുള്ളൊരു ഇതിലേക്ക് ചിന്തിച്ച് ഓൺ പ്രൊഡക്റ്റ് എന്നുള്ള രീതിക്ക് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മള് ഇതുവരെയായിട്ടും അങ്ങനെ ചെയ്തില്ല. നമ്മൾ ഇതിന്റെ ഇടയിൽ വരുമ്പോൾ നമ്മൾ ചെയ്തിരുന്നു അങ്ങനെ ചെറിയ ഐറ്റംസ് തന്നെയായിരുന്നു. ജിമാർട്ടിന്റെ ഉണ്ടായിരുന്നു. പിന്നെ അത് എഗെയിൻ നമ്മൾ ചൈനയിൽ നിന്നായിരുന്നു. പാൻഡമിക് വന്നപ്പോൾ കുറെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി അതിങ്ങനെ കൊണ്ടുവരാനും സംഭവങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ കൂടുതൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രാൻഡിലോട്ട് തന്നെ നമ്മുടെ ഓൺ ബ്രാൻഡിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് ഇതിന്റെ അതിൽ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സൂൺ വരുമായിരിക്കും. Aishwarya is in your early 20s, 10 lakh capital. ആ ക്യാപിറ്റൽ വെച്ചിട്ട് 22-23 year old ഐശ്വര്യ എന്ത് ബിസിനസ്സിലേക്കായിരിക്കും എന്ത് ബിസിനസ് ചെയ്യാനായിരിക്കും ആഗ്രഹിക്കും? ഡെഫിനറ്റ്ലി ബിസിനസ് തന്നെ ആയിരിക്കും. പിന്നെ ഐ തിങ്ക് ഞാൻ ഒരു മാർക്കറ്റിംഗ് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതായിരിക്കുള്ളൂ അതർ ദാൻ ദ പ്രോഡക്ട്സ്, ബിക്കോസ് ഐ റിയലി ലവ് മാർക്കറ്റിംഗ്. കാരണം മാർക്കറ്റിംഗ് എന്തുകൊണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാല് What would you market? What would you market എന്നുള്ളതിനല്ല, I help people how to market the product. Right. ഒരു consulting kind of a thing. Because many of us നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റിന്റെ ഇതറിയാതെ അതിന്റെ പൊട്ടൻഷ്യൽ അറിയാതെ മാർക്കറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന കുറേ ആൾക്കാരെ എനിക്കറിയാം. സോ ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ് ദം. ഐ മീൻ നോട്ട് പ്രൊഡക്റ്റോ സംഭവങ്ങളോ അല്ല, കാരണം ഇറ്റ്സ് എൻ ആർട്ട്. മാർക്കറ്റിംഗ് ഇസ് എൻ ആർട്ട്. നമ്മളൊരു കസ്റ്റമറെ ഫൂൾ ചെയ്യാനല്ല, കൺവിൻസ് ചെയ്യാണ്. ഇപ്പം ഇയാളൊരു പ്രൊഡക്റ്റ് മനസ്സിൽ കണ്ടിട്ട് വരികയാണ്, എൻ്റെ അടുത്ത് വന്ന് പറയാം എനിക്കിത് വേണം, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ അപ്പുറത്തേക്ക് ഇനി ഒരു ഇഞ്ച് മാറില്ല എന്ന് പറയുമ്പോൾ അതൊരു ചാലഞ്ചാണ്. ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന സെയിൽസ്മാന് അത് ടാക്കിൾ ചെയ്ത്
നമുക്ക് ഏതാണോ സെല് ചെയ്യേണ്ടത് ആ പ്രൊഡക്റ്റിലേക്ക് കൺവിൻസ് ചെയ്യാനുള്ളത്. ആൻഡ് ദ പ്ലഷർ യു ഗെറ്റ് ആഫ്റ്റർ ദ സെയിൽ ഇസ് ക്ലോസ്ഡ്. അപ്പം നോർമലി ഇപ്പോ നമ്മള് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലേക്ക് അപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ആൺകുട്ടികളുടെ കേസാണ്. ഞാനൊരു ഡിഫറൻസ് പറയുന്നത് വെച്ചാൽ ദർ ആർ സ്റ്റിൽ ഡിഫറൻസസ്. അതുകൊണ്ടാണ് അത് മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ ആൺകുട്ടികളെയാണ് പോയി പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഒരു ജോലിക്ക് പോയി കൂടെ എന്തിനാണ് ബിസിനസ് വേണം. അപ്പോൾ അത് ഇങ്ങനെ ഒരു ഫീമെയിലിന്റെ കേസിലേക്ക് മകളുടെ കേസിലേക്ക് വരുമ്പോൾ അത് കുറേ കൂടി സ്ട്രോങ്ങർ ആണ്. സോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അപ്പോൾ നോക്കാം എന്തിനാ പറയുക. ഇനിയിപ്പോ ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും മോസ്റ്റ് ഓഫ് ദ എന്താ പറയുക ഫീമെയിൽ ഫ്രണ്ട്സ് നമ്മൾ ചോദിച്ചാൽ അവർ ഒരു ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യണം. കേക്ക് ഇപ്പൊ കുറച്ച് പേര്. അതെ അതെ അതെ. ആ സമയത്ത് ഒരു ക്ലീഷ ആൻസേഴ്സ് ആണ് കേൾക്കുന്നത്. ഒരു സ്പെസിഫിക്. പക്ഷെ എന്താണല്ലോ, ഇതൊക്കെ നമുക്ക് ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല. ഇതിലൊക്കെ ഇപ്പം നിങ്ങളിപ്പോ കേക്കും അല്ലെങ്കിൽ ബൂട്ടിക്കൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമ്മുടെ ചുറ്റും കുറെ പേര് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ what I feel is അതിനകത്തുള്ള യൂണിക്നെസ് കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മുടെ ബ്രാൻഡിൽ തന്നെ ബ്രാൻഡും അതേപോലെ തന്നെ XYZ നിങ്ങളുടെ കോമ്പറ്റേറ്റേഴ്സും സെൽ ചെയ്യുന്ന സെയിം ബ്രാൻഡ്സ് ആണ് ഓൾമോസ്റ്റ് അല്ലേ. പക്ഷെ അത് യൂണിക്നെസ് USP എന്തായിരിക്കണം, അവിടെ ബെറ്റർ പ്രൈസ് ഉണ്ടാവണം, അല്ലെങ്കിൽ കസ്റ്റമറിന് കൊടുക്കുന്ന കംഫർട്ട് സോൺ ആയിരിക്കണം, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കണം. അങ്ങനെ കുറേ കീ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളൊരു ബുട്ടീക് ഓണർ ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരാളാണ്, അതെന്നെയാണ് തൊട്ടപ്പുറത്തൊക്കെ ആളും ചെയ്യുന്നത്. അതുകൊണ്ട് നത്തിങ് ന്യൂ എന്നുള്ളതിലല്ല. യു ഡെലിവർ ദ കസ്റ്റമർ വെൻ യു കമ്പയർ യുവർ കോമ്പറ്റീറ്റർ. അതായിരിക്കണം നമ്മുടെ യൂസ്. അതായിരിക്കണം നമുക്ക് എവിടെ ചെന്ന് പറയുമ്പോഴും നമുക്കൊരു 4 കസ്റ്റമേഴ്സ് ഉണ്ടാവാനുള്ള റീസൺ. അപ്പം ഈ പറഞ്ഞൊരു കാര്യത്തിൽ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ബിസിനസ്സിലല്ലാത്തൊരു ഫാമിലി എന്ന് പറയുന്ന കുട്ടിക്ക് ചിലപ്പോൾ ബിസിനസ് ആദ്യം വീട്ടിൽ അവതരിപ്പിക്കുമ്പോൾ ചിലപ്പോൾ ഒരു വാം വെൽക്കമിങ് കിട്ടിയെന്ന് വരില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു പേരൻസ് വെരി സപ്പോർട്ടീവ് ആണ്. ചിലപ്പോൾ കയ്യിൽ നിന്ന് നിനക്ക് ക്യാപിറ്റൽ ഉണ്ടോ, നീ ഉണ്ടാക്കിപ്പോ, നീ പോയി ചെയ്തു എന്ന് പറയുന്ന പേരൻസും ഉണ്ടാവാം, അല്ല ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്ന പേരൻസും ഉണ്ടാവാം. അപ്പൊ 2 രീതിയിലുണ്ട്. ബാക്കപ്പ് ഇല്ലാത്തതും ഉണ്ടാവും, ബാക്കപ്പ് ഉള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ബാക്കപ്പ് ലൈക്ക് ഫ്രം ദ ഫാമിലി. ബാക്കപ്പ് ഇല്ലാണ്ട് നമ്മളിപ്പോൾ ലോൺ എടുത്തോ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ എന്ത് തന്നെ ആയിക്കോട്ടെ, ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അതിനെപ്പറ്റി തെറോ ആയിട്ട് ഡീറ്റെയിൽ സ്റ്റഡി നടത്തിയിട്ട് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പൊ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയില്ല. ഇപ്പൊ എല്ലാവരും AI പറ്റി പറയുന്നുണ്ട്, അപ്പൊ സംതിങ് റിലേറ്റഡ് ടു അത് വെച്ച് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നമുക്ക് എന്താണോ അതിനെപ്പറ്റി നമ്മൾ ആരും പറ്റിക്കാൻ പാടില്ല. നമ്മൾ ആ ബിസിനസിനെ പറ്റി ഫണ്ടമെന്റലി നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. അതല്ലാതെ വേറൊരാളുടെ കീ കൊടുത്തിട്ട് ഞാൻ അതിന് ഇരിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ഫുള്ളായി പോകും. അപ്പൊ നമ്മള് യു ഷുഡ് നോ യുവർ ജോബ് ബിഫോർ എക്സിക്യൂട്ടിങ് ഇറ്റ്. ചിലപ്പോൾ അതിനകത്ത് ഫെയിലിയർ ഉണ്ടാവാം. ചിലർ പറയും ഒരു ബിസിനസ് ചെയ്തു, അതിൽ എനിക്ക് കിട്ടിയില്ല, ലോസ് ആയിരുന്നു, ഫെയിലായി, ഇനി ഞാൻ ബിസിനസ് ആലോചിക്കില്ല. ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചെയ്യണ്ട. പക്ഷെ ഇനി ഒരു സംശയത്തിന്റെ പേരിൽ ഞാൻ ചെയ്ത ശരിയാവില്ല, അപ്പൊ ഡബിൾ മൈൻഡാണ്. ശരിയാവില്ല എന്നുള്ളൂ, ഞാൻ ചെയ്യില്ല എന്നുള്ളതും ശരിയാവില്ല എന്നുള്ളത് രണ്ടാണ്. അപ്പൊ ശരിയാവില്ല അല്ലെങ്കിൽ ഉള്ള ആൾക്കാർക്ക് പറയാനുള്ളത് ദർ ഇസ് ഓൾവേസ് നെക്സ്റ്റ് ചാൻസ്. അപ്പോൾ വീണ്ടും നമ്മളിപ്പോ ചെയ്ത തെറ്റുകളിൽ നിന്ന് മിസ്റ്റേക്ക് മനസ്സിലാക്കി യൂഷ്വലി നമ്മൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഡു ഇറ്റ് വൈസ്ലി. എന്താണ് ഇപ്പൊ നന്ദിലത്തിന്റെ ഒരു നെക്സ്റ്റ് ബിഗ് തിങ്? ഇനിയിപ്പോ ഉള്ളതിന് നമ്മളിപ്പോ എക്സ്പാൻഷൻ ഞാൻ പറഞ്ഞല്ലോ. C കൗണ്ടേഴ്സ് ഞാൻ കൗണ്ടേഴ്സ് കഴിഞ്ഞു, ഇനിയിപ്പോ C ക്ലാസ് കൗണ്ടേഴ്സ് ആണ്. C ക്ലാസ് കൗണ്ടേഴ്സും കൂടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വി മൈറ്റ് തിങ്ക് ടു അതർ സ്റ്റേറ്റ്സ്. ബട്ട് ആസ് ഓഫ് നൗ കേരളത്തിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ കൂടുതൽ ഓൺലൈൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2015-14 നമുക്ക് ഓൺലൈൻ പോർട്ടൽസ് ഉണ്ടായിരുന്നു, പക്ഷെ ആരും e-com ഉണ്ടായിരുന്നു, പക്ഷെ ആരും അന്ന് ഓൺലൈൻ സെയിൽസോ അല്ലെങ്കിൽ ഓൺലൈൻ ബയേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ല. പാൻഡമിക് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും എന്നുള്ളൊരു മലയാളിനെ പഠിപ്പിച്ചത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് നമുക്കും കിട്ടി തുടങ്ങിയത്. ആ ഓൺലൈനിലുള്ള ഇമ്പാക്ട് ആൾക്കാർക്ക് മനസ്സിലായി. ആമസോൺ, ഫ്ലിപ്കാർട്ടും പോലെയുള്ള ബിഗ് ജയൻസ്, ഓൺലൈനിലുള്ള ബിഗ് ജയൻസിന് ഒരു ഫിസിക്കൽ സ്റ്റോർ ഇല്ല. വെൻ യു ബൈ എ പ്രൊഡക്റ്റ് ഫ്രം ആമസോൺ, നമ്മൾ അവിടെ ഫിസിക്കൽ സ്റ്റോറോ അവിടെ നിൽക്കുന്ന ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ഒരാളെ നമ്മൾ കാണുന്നില്ല. ബ്ലണ്ട്ലി ആ ബ്രാൻഡിനെ ആ ഒരു ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങുന്നു എന്നുള്ളൊരു ബിലീഫിൽ നമ്മൾ വാങ്ങുകയാണ്. നമുക്ക് അധികം പ്രൊഡക്റ്റ് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും ആരെ കോൺടാക്ട് ചെയ്യണം, അങ്ങനെ കുറെ ഹാസൽസ് ഇതിനകത്ത് വരും. പക്ഷെ വേറെ നന്ദില ജിമാർട്ട് എന്നുള്ളൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും വർഷമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്.
നമ്മള് ഫിസിക്കൽ സ്റ്റോറും ഓൺലൈൻ സ്റ്റോറും വെക്കുമ്പോൾ ആൾക്കാർക്ക് നമ്മളോട് ട്രസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി ഓർഡിനൽ കസ്റ്റമേഴ്സ് ഉണ്ട് ഓൺലൈനിൽ. സോ വോട്ട് ഡു ഇസ് ചിലപ്പോൾ നാട്ടിലേക്ക് വരാൻ പറ്റില്ല അവർക്ക്. പക്ഷെ അവരുടെ പേരൻസിന് ചിലപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ കംപ്ലൈന്റ് ആയി, എന്നാൽ പേരൻസ് കുറച്ച് എന്താ പറയാ ഇച്ചിരി ഓൾഡർ ആണ് ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടു ഗോ. സംടൈംസ് ദേ ഹെസിറ്റേറ്റ് ടു ഗോ. ചിലപ്പോൾ അവർ പറയും സ്പെൻഡ് ചെയ്യാനുള്ള പൈസ അങ്ങനെ ഉള്ളതെന്ന് വെച്ചാൽ കുറേ പേരൻസ് അങ്ങനെയുള്ളവരുണ്ടാവും ഈ ഓൾഡർ ജനറേഷനിൽ, ഓൾഡർ ആയിട്ടുള്ള ആൾക്കാരിൽ. സോ ആ സമയത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇത് എന്റെ വീട്ടിലേക്ക് ഒന്ന് ഡെലിവറി ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ലൈക്ക് ഓൺലൈനിൽ ബയേഴ്സ് ഒത്തിരി പേര് ഉണ്ടാവാറുണ്ട്. അപ്പം നോക്കുമ്പോൾ എന്താ, നമ്മൾ ഡെലിവറി ചെയ്യാൻ ചെല്ലുമ്പോൾ കാണാൻ അവിടെ പേരൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ചിലപ്പോൾ ചെല്ലുമ്പോഴായിരിക്കും അറിയുക ഇതെന്താ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയും. അപ്പോൾ നോക്കുമ്പോൾ മക്കളായിരിക്കും ഓർഡർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ ബ്രാൻഡിലുള്ള ട്രസ്റ്റ് കാരണമാണ്, ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയത് കൊണ്ടാണ് നമുക്ക് ഓൺലൈനിലും വാം വെൽക്കമിങ് ആണ്. ആ ഒരു വിശ്വാസ്യത എന്നൊക്കെ പറയുന്നത് നമ്മള്. ഞാൻ ആഡ് ചെയ്തിട്ട് ഒരു വിഷയം, ഇപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും വളരെ അഗ്രസീവായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സെലിബ്രിറ്റീന്റെ ഫേസ് വെച്ചിട്ടുള്ള നന്ദലജിന്റെ അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ള, അപ്പൊ അതൊരു ഐ മീൻ അത്ര അഗ്രസീവായിട്ട് പോകണ്ട എന്നുള്ളൊരു ഡിസിഷൻ എടുത്തുകൊണ്ടാണോ, അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് വേണ്ട നമുക്ക് ഒരു ഒത്തന്റിക് വേയിൽ തന്നെ പോകണം, അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്? സെലിബ്രിറ്റീസിനെ കൊണ്ടുവന്ന് ചെയ്യുന്നത് കൊണ്ട് അത് തെറ്റെന്ന് പറയുന്നില്ല ഞാൻ. ഞങ്ങളുടെ സ്ട്രാറ്റജിയിൽ നമ്മുടെ ഈ ബ്രാൻഡ് വളർന്നത് ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസോ ഫേസോ ഇല്ലാണ്ടാണ്. അപ്പോൾ നമ്മളെല്ലാ പ്രാവശ്യവും കസ്റ്റമേഴ്സിന് എല്ലാ ഇയറും നമ്മുടെ കസ്റ്റമേഴ്സിന് പുതിയ പുതിയ സ്കീമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ എന്റെ അച്ഛൻ ബിലീവ് ചെയ്യുന്നൊരു കാര്യം അതാണ്, നമ്മള് ഇപ്പൊ ഇത്രയും ലംസം എമൗണ്ട് ഒരാൾ വ്യക്തിക്ക് കൊടുത്ത് ആ ബ്രാൻഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുന്നേക്കാളും നമ്മൾ തന്നെ നമ്മുടെ ബ്രാൻഡിനെ അപ്ലിഫ്റ്റ് ചെയ്യുക ബൈ ഗിവിംഗ് കസ്റ്റമേഴ്സ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ അവർക്ക് കൊടുക്കുന്ന പൈസക്ക് പകരം ആ ഒരു പൈസ എടുത്ത് ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് യു ഗിവ് ഓഫേഴ്സ്, യു ഗിവ് ബെസ്റ്റ് പ്രൈസ് ആൻഡ് പുൾ യുവർ കസ്റ്റമേഴ്സ് ലൈക്ക് ടു കം ടു യു. ഐശ്വര്യ അതിന്റെ മാർക്കറ്റിംഗ് സെയിൽസ് പാർട്ടാണ് കൂടുതൽ മാനേജ് ചെയ്യുന്നത്. ഇപ്പം ഇനി നമുക്ക് നന്ദലജി മാർക്കറ്റിംഗ് സെയിൽസ് എന്തൊക്കെ ചേഞ്ചസ് ഒക്കെ കാണാൻ പറ്റും? ബിസിനസ് സ്ട്രാറ്റജിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ ഓൺ ഫേസ് അല്ലെങ്കിൽ ഫേസിനേക്കാൾ ഉപരി നമ്മൾ നമ്മുടെ ഒരു ബ്രാൻഡ് ഇമേജ് അപ്ലിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. ലൈക്ക് ഇപ്പൊ ഷീൻ ടെക് എന്നുള്ളൊരു പേജിൽ ബ്രാൻഡ് റീപൊസിഷനിങ് ആണ് ഉണ്ടായത്. ഈ ബ്രാൻഡിനെ ഒന്നും കൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് ഒരു ലെവൽ അപ്പ് സ്കെയിൽ ചെയ്യാണ് ചെയ്തത്. അപ്പം ഡെഫിനറ്റ്ലി 360 ഡിഗ്രി ബ്രാൻഡിങ് ആയിരിക്കും ഉണ്ടാവുക. ഈവൻ സീസണൽ വൈസ് വരുമ്പോൾ ഡിപ്പെൻസ് ഓൺ ദ സീസൺ, എങ്ങനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ടാർഗറ്റഡ് ഓഡിയൻസിനെ എന്നുള്ളത്. ആൻഡ് പുതിയ സ്ട്രാറ്റജീസിലായാലും പറയുമ്പോൾ ഇപ്പൊ ഓണത്തിന് നമ്മൾ കുറെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് തുടങ്ങി. ഓണം എന്ന് പറയുമ്പോൾ ഇപ്പൊ ആവും, ഞങ്ങൾക്ക് ഞങ്ങളുടെ സീസണാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അത് ഒരു ബാക്കപ്പ് പ്ലാൻ ആയിട്ട് ഇങ്ങനെ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരുപാട് ബ്രാൻഡ്സ് റീബ്രാൻഡിങ് ചെയ്യുമല്ലോ. ഇപ്പം പേരൊക്കെ ആണെങ്കിലും കുറച്ച് ഒന്ന് മാറ്റം വരുത്തിയിട്ട് ജെൻസീസിനൊക്കെ കുറച്ച് ഇഷ്ടപ്പെടുന്ന രീതിക്കൊക്കെ ആക്കുന്നതാണ്. അപ്പം നന്ദിലത്ത് എന്ന് പറയുന്നൊരു ഫാമിലി നെയിമാണ്. അതിനെ എന്തെങ്കിലും രീതിക്ക് റീബ്രാൻഡ് ചെയ്യണം എന്നൊക്കെ എന്തെങ്കിലും തോട്ട്സ് പേര് നമ്മൾ അങ്ങനെ ഒന്നും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ബ്രാൻഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. അതിനിപ്പോ വേറൊരു ബ്രാൻഡ് പേരിട്ടാലും നന്ദില ജിമാർട്ടിന് ഇട്ടാൽ കൂടെ ജിമാർട്ടിനെ അറിയേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ അതിനൊരു ഉദാഹരണം പറയുന്നത്, നന്ദില ജിമാർട്ട് എന്നുള്ള ഒരു ബ്രാൻഡിൽ നമുക്ക് എല്ലാവരുടെയും ഒരു സ്റ്റീരിയോ ടൈപ്പ് തിങ്കിങ്ങിലായിരുന്നു അവിടെ ഹോം അപ്ലയൻസസ് മാത്രമേ കിട്ടുള്ളൂ. ഇനി ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അവിടെ ക്രോക്കറി കിട്ടുന്നത് ആൾക്കാർക്ക് അറിയില്ല. അല്ലെങ്കിൽ അത് ആ സ്റ്റീരിയോ ടൈപ്പ് ബ്രേക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ക്രോക്കറി, വി സെൽ ക്രോക്കറി, വി സെൽ സ്മോൾ അപ്ലയൻസസ് അതർ ദാൻ മിക്സി ഓർ ഗ്രൈൻഡേഴ്സ്. നമുക്ക് ചെറിയ ചെറിയ ജ്യൂസേഴ്സ്, ഹാൻഡ് ബ്ലെൻഡേഴ്സ്, അല്ലെങ്കിൽ ബേക്കിംഗ് ആയിട്ടുള്ള കുറെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതുപോലെ മൊബൈൽ ആൻഡ് ഗാഡ്ജറ്റ്സ് ആൻഡ് ലാപ്ടോപ്സ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങളിലേക്ക് എന്താ കസ്റ്റമേഴ്സിലേക്ക് എത്തി വരുന്ന ഒരു ടൈമേ ഉണ്ടാകുന്നുള്ളൂ. അപ്പം when I started the page, ഞാൻ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. കാരണം ടി വി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ നല്ല ജിമാർട്ടിൽ കിട്ടുന്നുള്ളത് എല്ലാവർക്കും ബ്രാൻഡായിട്ട് കഴിയും. പക്ഷെ വേറെ എന്തൊക്കെ കിട്ടും എന്നുള്ളത് ഞാൻ ഫോക്കസ് ചെയ്തപ്പോഴാണ് ആ ബ്രാൻഡിന് ഇത്രയും ഒരു ഉണ്ടായത്. ഞാനൊരു ക്ലോത്ത് ടിമ്പറിന്റെ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം അത് അത്ര ആൾക്കാർക്ക് അറിയുന്നില്ല. ക്ലോത്ത് ടിമ്പേഴ്സ് ഒക്കെ നിങ്ങളുടെ പേര് ഞങ്ങളത് വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്, ബ്രാൻഡായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം കിട്ടിയെന്നില്ല ഷോക്കേസ് ചെയ്യാനായിട്ട്. അപ്പൊ പലരും അത് ഉണ്ടോന്ന് അറിയാത്തോണ്ട് ചിലപ്പോൾ അത് അന്വേഷിക്കുന്നുണ്ടാവില്ലായിരിക്കാം. അല്ലെങ്കിൽ അത് എവിടെ കിട്ടുന്ന അന്വേഷിച്ച് തന്നെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. സോ വി സെൽ ദാറ്റ്. അങ്ങനെയും കുറെ സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ ഒരു ക്യാമറ നമ്മൾ ചെയ്തിരുന്നു, ഹ്യൂബോന്റെ ഒരു ക്യാമറ ചെയ്തിരുന്നു. അപ്പൊ അതൊരു സെക്യൂരിറ്റി ക്യാമറാസ് ആണ്.
അതുവരെ യു ക്യാൻ കണക്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു അതിന് വേണ്ടിയിട്ടുള്ളത് ഒരു മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് ചെറിയ ചെറിയ ടെക്കി കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും എന്നുള്ളത് പ്ലാറ്റ്ഫോമിൽ എനിക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റിയതാണ്. ഒരു അതും വെൽബൈ കമ്മ്യൂണിക്കേറ്റിംഗ് ടു കസ്റ്റമേഴ്സ് ദാറ്റ് യു നോ വി ഓൾസോ സെൽ ഇങ്ങനത്തെ പ്രോഡക്ട്സ് ടിവി, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 5 വർഷമുള്ള ബിസിനസ്സില് ഈ 5 വർഷത്തിൽ എനിക്ക് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ് ചോദിച്ചാൽ എന്ത് പറയും? പ്ലസ് ഹൗ ആർ യു പ്ലാനിങ് യുവർ ഫ്യൂച്ചർ ഇൻ ദിസ്? ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ്സ് എന്ന് പറയുമ്പോൾ കുറെ നല്ല നല്ല മൂമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഐ ഗോട്ട് എ അവാർഡ് ഫ്രം ഗവർണർ. So thank you. That was in 2020 ആണെന്ന് തോന്നുന്നു. 2021 Okay. 21-22 കിട്ടിയത്. അപ്പം ആരിഫ് മുഹമ്മദ് സാറിന് എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ പിന്നെ അതുപോലെ ന്യൂസ് 18 അവാർഡ്, ജനം ടിവിയുടെ അവാർഡ്, അങ്ങനെ കുറച്ച് അവാർഡ്സ് ഒക്കെ കിട്ടിയിരുന്നു. അപ്പൊ അതൊക്കെ ഒരു അച്ചീവ്മെന്റ് ത്രൂ നന്ദല അച്ചീവ്മെന്റാണ്. എനിക്ക് അച്ഛൻ്റെ ഒരു ബേസ് ലൈൻ അവിടെ ഉണ്ട്. അച്ഛൻ്റെ ബേസ് ലൈനിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ നമുക്ക് ഒരു റിമാർക്കബിൾ അവിടെ എനിക്കൊരു റിമാർക്ക് ഉണ്ടാക്കാൻ പറ്റി. ആൻഡ് അങ്ങനെ കുറച്ച് അച്ചീവ്മെന്റ്സ് ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല എന്താ പറയാ, ഒരു ഇനിയും ദ ബെസ്റ്റ് ഡേയ്സ് യെറ്റ് ടു കം എന്ന് ബിലീവ് ചെയ്യുന്ന ഒരാളാണ്. സോ ഇതൊക്കെ ഈ അവാർഡൊക്കെ കിട്ടിയതുകൊണ്ട് ഞാൻ വലിയ സംഭവമായിരുന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് ഒരു നമ്മൾ ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ഒരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് ഓൾവേസ് ഐ ബിലീവ് ഇൻ ദ ബെസ്റ്റ് ഡേയ്സ് യെറ്റ് ടു കം. താങ്ക് യു. സോ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് 100 സ്റ്റോറിനെ ഇനാഗുറേഷൻ ഞങ്ങളൊക്കെ വിളിക്കുന്നത്. ഓ ബൈ ദ വേ, നിങ്ങൾ കാലിക്കറ്റ് നല്ല നമുക്ക് സ്റ്റോർ വരുന്നുണ്ട്. കാലിക്കറ്റ് ഞങ്ങളുടെ 3rd സ്റ്റോർ വരികയാണ്. ഓൺ ബിൽഡിംഗ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പിന്നെ മുക്കം നിങ്ങളുടെ അടുത്താണോ? മുക്കത്താണ് ഞങ്ങളുടെ അടുത്ത സ്റ്റോർ വരുന്നത്. ഞാൻ നിങ്ങളെ വിളിക്കും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പൊ ഇത്ര നേരം അതെ നമ്മൾ ബിസിനസ്